നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ പരിസര പഠന പാഠപുസ്തകവും ഒപ്പം തന്നെ ഹാൻഡ് ബുക്കും കൂടി നോക്കാൻ ഒരു ശ്രമമാണ് നടത്തുന്നത്. കഴിയുമെങ്കിൽ അതിനോടൊപ്പം ഗണിതത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ നോക്കണമെന്നുണ്ട്. വീഡിയോ ലെങ്ത് കൂടുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ അതും ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാം. നമുക്ക് അധികം സമയമില്ല എന്നതുകൊണ്ടാണ് എന്റെ കഴിവനുസരിച്ച് എനിക്കിരിക്കാൻ കഴിയുന്ന അത്രയും സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. നമുക്ക് ഒന്നിച്ച് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ട്, ത്രോട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. പരമാവധി കമന്റുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. പിന്നെ എപ്പോഴും കമന്റ് ബോക്സ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്, കാരണം ചില തിരുത്തലുകൾ അവിടെയാണ് നടക്കുന്നത്. നിങ്ങളോടും പറയാണ്, കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ഒക്കെ നമ്മളുടെ കമന്റ് ബോക്സിൽ ഉണ്ടാകട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് വളരാനാവൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടന്റുകളിലേക്ക് എത്താനാകൂ. എല്ലാവരും കണ്ട് കുറെ കഴിയുമ്പോഴേക്കും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടന്റിലേക്ക് എത്തുക. അപ്പൊ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി അമർത്തുക. എങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് വേഗത്തിൽ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പറഞ്ഞു എന്ന് മാത്രം. ഉപയോഗപ്പെടുന്നെങ്കിൽ മാത്രം വീണ്ടും അതെടുത്ത് പറയുകയാണ്. നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ പാഠപുസ്തകം സ്റ്റാൻഡേർഡ് 3 ഇത് പ്രധാനമായിട്ട് ഇപ്പം എടുക്കാൻ കാരണം നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഭൂപടത്തെ കുറിച്ച്, മാപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലെ. അതിന്റെയൊക്കെ ഉത്തരം ഈ EVS പാഠപുസ്തകങ്ങളിലുണ്ട്, അത് നോക്കുക. അതുപോലെ നിയമസഭയുമായി ബന്ധപ്പെട്ട പാഠഭാഗം മലയാളം ടെക്സ്റ്റിലാണുള്ളത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ EVS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പില്ല, തിരിച്ചു പോയി നോക്കാൻ ഒരു അവസരവും കിട്ടിയില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരുത്തുന്നു. എന്തായാലും ഇതെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വന്നതാണ് എന്നത് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഓരോ വിഷയത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഇങ്ങനെ കമന്റിലൂടെ ചോദിക്കുന്നു. പലർക്കും എനിക്കറിയാവുന്ന എൻ്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് ഞാൻ മറുപടി തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കണേ. കാര്യം ഇക്കണോമിക്സ് ഇതൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ സയൻസ്, നമ്മൾ പഠിപ്പിച്ച സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെ ഓർത്തെടുത്തൊക്കെയാണ് നമ്മൾ അവിടെ പറയാറ്. അതൊക്കെ ഒന്ന് നിങ്ങൾ സ്വയം കണ്ടെത്താനും കൂടെ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യ ഭാഗം തന്നെ ആമുഖം മുതൽ ഒന്ന് നോക്കിക്കോ. നമ്മൾ ജീവിക്കുന്ന പരിസരത്തെ ആഴത്തിൽ നിരീക്ഷിച്ച് പഠിക്കാൻ വേണ്ട അടിസ്ഥാന വിവരങ്ങളും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമാണ് ഈ പാഠപുസ്തകത്തിലുള്ളത്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ജീവികളുടെയും വസ്തുക്കളുടെയും സവിശേഷതകൾ മനസ്സിലാക്കാനും അവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയും. ഇത് ഞാൻ വായിക്കാൻ കാരണം എന്താണ് ഈ പാഠപുസ്തകത്തിൽ ഉള്ളത് എന്ന് വ്യക്തമായി ഇവിടെ പറയപ്പെടുന്നത് കൊണ്ടാണ്. EVS കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം വന്നിരുന്നു കേട്ടോ ഇന്റർവ്യൂവിന്. 2025 ഇന്റർവ്യൂ, 30-ാം തീയതി നടന്ന ഇന്റർവ്യൂ തിരുവനന്തപുരം ജില്ല ചോദിച്ച ചോദ്യമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. 30-31 ദിവസങ്ങളിൽ എന്തായാലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ഈ പുസ്തകം അവസരമൊരുക്കുന്നുണ്ട്. കൂട്ടുകാരോടൊത്ത് ചേർന്ന് ചെയ്യാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായല്ലോ. നിരീക്ഷിച്ചും ചോദ്യങ്ങൾ ഉയർത്തിയും ചർച്ച ചെയ്ത് സംവദിച്ചും ലഘുപരീക്ഷണങ്ങളും പ്രോജക്റ്റുകളും ഏറ്റെടുത്തും രസകരമായ അറിവ് നിർമ്മാണത്തിൽ ഏർപ്പെടാനുള്ള സന്ദർഭങ്ങളാണ് പരിസര പഠന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തെ അവലോകനം ചെയ്യാൻ പറയുമ്പോൾ ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും കണ്ടെത്താനും നിങ്ങൾക്ക് പ്രേരണയാകുമെന്ന് വിശ്വസിക്കുന്നു. ആസ്വദിച്ച് പഠിക്കൂ. ആശംസകളോടെ ആരാണ്? ഡോക്ടർ ജയപ്രകാശ് RK, ഡയറക്ടർ SCRT കേരളം. നിലവിലത്തെ SCRT ഡയറക്ടർ ആര് എന്നൊന്നും അറിയാത്തവരൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഡോക്ടർ ജയപ്രകാശ് RK ആണ് നിലവിലത്തെ SCRT ഡയറക്ടർ. ഇങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളൊക്കെ നോക്കി വെച്ചേക്കണേ. അതൊക്കെ ഇതിനോടകം നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി നോക്കിക്കേ, ഭാഗം 1-ലെ ആദ്യ 4 പാഠങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകും ശക്തി. പാഠഭാഗങ്ങളുടെ പേരുകൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഹരിതഭൂമി, ജന്തുലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകും ശക്തി.
ഈ പുസ്തകത്തിൽ സൗകര്യത്തിനായി ചില മുദ്രകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് ബൾബിന്റെ ചിഹ്നം അല്ലെ, നമുക്കറിയാം എന്താണ്, അനുബന്ധ വായനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ, അതായത് ചിന്തോദ്ദീപകമായ രീതിയിലേക്കുള്ള ഒരു സൂചനയാണ് അതല്ലേ, അറിവിന്റെ സൂചനയായിട്ടാണ് ഈ ഒരു സിമ്പലിനെ കാണുക നമ്മൾ. അപ്പൊ അനുബന്ധ വായന വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതില്ല. അനുബന്ധ വായന എന്തിനാണ്? വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതില്ല, അത് അറിവിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് എന്നുള്ള രീതിയിൽ. അടുത്ത സിമ്പിൾ നോക്കിക്കേ, ആശയ വ്യക്തത വരുത്തുന്നതിന് ICT സാധ്യത ഉപയോഗിക്കലെന്നാണ് ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിലയിരുത്താം. ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ വരികയാണെങ്കിൽ, അതായത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അല്ലെ, ഒരു ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് തുടർ പ്രവർത്തനമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന്, ഈ സിമ്പിളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ കവർ ചിത്രം ഇവിടെ ഇല്ല. കവർ ചിത്രം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ചിത്രത്തിൽ നിന്ന് തന്നെ പോകാം. ജന്തു ലോകത്തേക്ക്, ജലവും മണ്ണും, വൃത്തി നൽകി ശക്തി, ഹരിതഭൂമി തുടങ്ങിയ പാഠങ്ങളുള്ള ഈ ഒരു പേജിന്റെ ആദ്യ പേജിൽ തന്നെ ജന്തുക്കളുണ്ട്, പക്ഷികളുണ്ട്, സസ്യമുണ്ട് അല്ലെ. അങ്ങനെ അങ്ങനെ എല്ലാ ആശയങ്ങളും കുട്ടികൾ നോക്കിക്കേ. കുട്ടികളുടെ വസ്ത്രധാരണം നോക്കിക്കേ. അവര് എല്ലാവരും പാവാട ഉടുപ്പ് മാത്രമല്ല അല്ലെ, പാന്റും ഉടുപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികള് സൗഹൃദത്തോടെ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ആശയങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണം അവരുടെ അവകാശമാണ്, അവരുടെ ഇഷ്ടമാണ്, തുടങ്ങിയ ആശയങ്ങൾ, ലിംഗസമത്വം എന്ന ആശയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാകുന്നു അല്ലെ. അടുത്തത്, എല്ലാ പാഠപുസ്തകങ്ങളെ പോലെ ഭരണഘടനയുടെ ആമുഖം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തത്. ഇനി ഒന്ന്, ഹരിതഭൂമി. തൊട്ടുവാ പൈങ്കിളിയെ, ഈ കവിതയൊക്കെ വായിച്ചോണം, പാടാൻ പറ്റിയൊരു ശബ്ദമോ ഒന്നും എനിക്ക് നിലവിലില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു കവിതയ്ക്കകത്ത് കിളിയെ കുറിച്ചും മരത്തിനെ കുറിച്ച്, മരമതിൻ പേരെന്ത് അല്ലെ, മരത്തിന്റെ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കവിത ഒന്ന് വായിച്ചേക്കണേ. അപ്പം ഇലയതിൻ പേരെന്ത്, ഇല ഏതാണ്, മരം ഏതാണ്, പൂവ് ഏതാണ് അല്ലെ. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും, ഇലയെ കുറിച്ചും മരത്തെ കുറിച്ചും പൂവിനെ കുറിച്ചും ഒക്കെ ഈ ഒരു കവിതയിലൂടെ കുട്ടിയോട് ചോദിക്കണം. ഇത് വളരെ രസകരമായി ക്ലാസ്സിൽ അവതരിപ്പിച്ചൂടെ? നല്ല ഒരു ആക്ടിവിറ്റി അല്ലേ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? അപ്പൊ ഈ ഒരു പ്രവർത്തനം നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? ക്ലാസ്സിന്റെ അകത്തിരുന്ന് മരമാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അത് ICT ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത്? അതിനല്ലേ നമ്മുടെ സ്കൂളില് ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് എന്നുള്ള നിലയിലുള്ള നമ്മുടെ സ്കൂളില് നമ്മൾ എന്തുണ്ടാക്കിയത്? ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടാക്കിയത് അല്ലെ. അവിടേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം? എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും. അപ്പൊ ഏത് പുസ്തകമാണ്? എന്റെ പരിസര പഠന പുസ്തകമാണ് EVS-ന് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അതും നമ്മൾ മനസ്സിലാക്കി. എന്റെ പരിസര പഠന പുസ്തകം. ഓക്കെ. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതും. ഈ ഒരു ഭാഗം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ? പലരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 2ാം ക്ലാസ്സിൽ മുൻപുണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. 2 കഴിഞ്ഞിട്ടാണ് കുട്ടികൾ 3ലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ ഒരു പരിചയക്കുറവ് തോന്നുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അറിയാവുന്ന ഒരു പ്രവർത്തനം. അപ്പൊ മുൻ അനുഭവങ്ങളെ ഉപയോഗിക്കാനുള്ള അവസരം ഇവിടെ കിട്ടുകയല്ലേ ചെയ്തത്. കുട്ടികൾക്ക് ഇത് വരച്ചു ചേർക്കാനും അവയെ എഴുതാനും 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രവർത്തനം. ഇനി സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. അപ്പൊ കുട്ടികൾ എങ്ങനെയാ എഴുതാൻ പോകുന്നത്? ഇല, തണ്ട്, വേര് എന്നാണ് കുട്ടികൾ 2ാം ക്ലാസ്സിൽ പഠിച്ചത്. 2ാം ക്ലാസ്സില് പിന്നെ കേശൻ രാജാവിന്റെ ഒക്കെ ഒരു പാഠം ഉണ്ടല്ലോ, നല്ല നാളേക്ക് ആയിട്ട്, അന്നാണോ എനിക്ക് ഉറപ്പില്ല, നിങ്ങളൊന്ന് നോക്കണേ. അപ്പൊ ആ ഒരു പാഠഭാഗത്തില് പിന്നെ സസ്യത്തിന്റെയൊക്കെ ഭാഗങ്ങൾ വരയ്ക്കുന്നത് ആ ഒരു പാഠഭാഗത്തിലാകാനാണ് സാധ്യത. അങ്ങനെ എന്തായാലും സസ്യഭാഗങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം കാണ്ഡം, പത്രം, മൂലം എന്നല്ല പഠിക്കുന്നത്, തണ്ട്, ഇല, വേര് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു. കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോയി. മുൻ അറിവുകൾ നമ്മളിവിടെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് പുത്തൻ അറിവ് അവന്റെ സ്കീമയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു.
തണ്ടിന് പറയുന്നത് കാണ്ഡം, ഇലയ്ക്കോ പത്രം, വേരിന് മൂലം തുടങ്ങിയ ആശയങ്ങൾ കുട്ടിയിലേക്ക് എത്തി. തരംതിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? അപ്പൊ നമ്മൾ കാണുന്ന സസ്യങ്ങൾ ഈ ചിത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ ചിത്രം കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കരുത്, വാതിൽപ്പുറ പഠന സാധ്യത നമ്മളിവിടെ പ്രയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് വീണ്ടും ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പോകാം. പിന്നെ ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് എന്താണ് ചെറിയൊരു വാതിൽപ്പുറ പഠന സാധ്യത, ഒരു എന്താണ് ഫീൽഡ് സന്ദർശനം പോലെ അല്ലെ, അങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം. പ്രകൃതി നടത്തം, ആ വാക്കിനാണ് ഞാൻ തപ്പിയത് കേട്ടോ. പ്രകൃതി നടത്തം എന്ന മാർഗം നമുക്കിവിടെ പ്രയോഗിക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ HM-നോട് അനുവാദം ചോദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ, എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർത്തെടുത്ത് എഴുതാതെ കുട്ടിക്ക് നേരനുഭവങ്ങൾ കൊടുത്ത് അത് കണ്ടെത്തി അവർക്ക് എഴുതാനുള്ള അവസരം കൊടുക്കുന്നു. ഇപ്പൊ വലിപ്പം വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായി അല്ലെ. പിന്നെയോ നിറത്തില്, അവരുടെ ഇലയുടെ നിറത്തിൽ ചിലതിന് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പൂക്കളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, പൂക്കുന്നവയുണ്ട്, പിന്നെ പൂക്കാത്ത സസ്യങ്ങളുണ്ട് തുടങ്ങിയ നിരവധി ആശയങ്ങളിലേക്ക് കുട്ടികൾ തന്നെ എത്തും. അങ്ങനെ സസ്യങ്ങളുടെ പല വ്യത്യാസങ്ങളും അവരവിടെ കണ്ടെത്തും. ഇനി ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലിപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ഇങ്ങനെ ടിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചെക്ക് ലിസ്റ്റും പിന്നെ റൈറ്റിംഗ് സ്കെയിലും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇന്റർവ്യൂവിന്റെ ക്ലാസ്സിൽ. മാത്രമല്ല ഇന്റർവ്യൂവിന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇത് ഒരു ചെക്ക് ലിസ്റ്റിന് ഉദാഹരണമല്ലേ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജൈവ വൈവിധ്യ ഉദ്യാനം പ്രാധാന്യം അർഹിക്കുന്നതല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങളിലേക്ക് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന ആശയം കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യും, സസ്യങ്ങളുടെ തണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കും അല്ലെ. തണ്ടിന്റെ വ്യത്യാസം അനുസരിച്ചാണ് അവയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് എന്നൊക്കെയുള്ള ചെറിയ ആശയങ്ങൾ കുട്ടികൾ തന്നെ അവിടെ, കുട്ടികളെ ആ ആശയങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതായത് സസ്യങ്ങളെ ഏകവർഷികളുണ്ട്, ബഹുവർഷികളുണ്ട് അല്ലെ, അതുപോലെ ഔഷധികളുണ്ട്, പിന്നെ എന്താണ് മരമുണ്ട്, കുറ്റിച്ചെടി, ഔഷധി, മരം തുടങ്ങിയ ആശയത്തിലേക്ക് നമ്മളിവിടെ പോവാണ്. അപ്പൊ ചീരയുടെ തണ്ട് എങ്ങനെയാണ്? മൃദുവായതാണ്, കാഠിന്യമുള്ളതല്ലല്ലോ. പിന്നെയോ വലിപ്പം എങ്ങനെയാണ്? ചീര ചെറിയ വലിപ്പമുള്ളതാണ്, നിലനിൽക്കുന്ന കാലം നോക്കിയാല് കുറച്ച് മാസങ്ങളോളമാണ് നിലനിൽക്കുന്നത്. ചെമ്പരത്തിയോ അതിന്റെ തണ്ടിന് കുറച്ച് കാഠിന്യമുണ്ട് അല്ലെ, വളരെ കാഠിന്യമല്ല, എന്നാലും കാഠിന്യമുണ്ട്. വലിപ്പമോ ഇടത്തരം വലിപ്പത്തിലേക്ക് ചെമ്പരത്തി എത്തുന്നു അല്ലെ. പിന്നെ നിലനിൽക്കുന്നത് വർഷങ്ങളോളം നിലനിൽക്കുന്നു. മരവും അങ്ങനെ, മാവ്, അങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടെത്തുന്നു. പട്ടികയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. എന്നെയും എന്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. അപ്പം ചീര പറഞ്ഞു എന്നെ ഔഷധി എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല, ചീര ഇവിടെ കുട്ടിയോട് സംസാരിക്കുക. തണ്ടു മൃദുവാണ് എന്ന് പറഞ്ഞു. അപ്പോ കുട്ടി നേരെ മുകളിലേക്ക് പോയില്ല, നമ്മൾ നേരത്തെ തെളിവെടുത്ത് എഴുതാനൊക്കെ പോയതുപോലെ മുകളിൽ പോയിട്ട് നോക്കും. തണ്ട് മൃദുവാണ്, വലിപ്പം ചെറുതാണ്, പിന്നെയോ കാലമോ മാസങ്ങളോളമാണ്. അപ്പൊ അതെല്ലാം ഇവിടെ എഴുതും. എന്നിട്ട് ദാണ്ടെ ആഴത്തിൽ വേരോട്ടമില്ല. അപ്പൊ വേരിന്റെ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത കുട്ടിക്ക് ഉള്ളിലേക്ക് എടുക്കും. അപ്പൊ ചീരയെ പോലെ മറ്റേതൊക്കെ സസ്യങ്ങൾ ഉണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അധ്യാപിക ചോദിക്കും. സ്വതന്ത്ര പ്രതികരണത്തിനുള്ള അവസരം കൊടുക്കും. പിന്നീട് അത് ഗ്രൂപ്പായിട്ട്, കുട്ടികൾക്ക് ഗ്രൂപ്പ് തിരിച്ച് ഗ്രൂപ്പായിട്ട് ഈ ലിസ്റ്റ് വിപുലീകരിക്കാനുള്ള അവസരം കൊടുക്കും. പിന്നെ നമ്മൾ അത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കും, ബെസ്റ്റ് ഗ്രൂപ്പിനെ അഭിനന്ദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെട്ട ശേഷം ടീച്ചേഴ്സ് വേർഷൻ ഒക്കെ കാണിക്കും അല്ലെ. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ, ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. അപ്പം മരങ്ങൾ പറഞ്ഞത് കേട്ട് നമ്മൾ പരിസര പഠന ബുക്കിനകത്ത് വീണ്ടും എഴുതും. മരങ്ങൾ എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് വളരെ കാഠിന്യമുള്ള തണ്ട്, അങ്ങനെ ഓരോരോ പ്രത്യേകത നമ്മൾ കണ്ടെത്തി എഴുതാൻ കുട്ടിയോട് പറയും. കുട്ടി അത് ചെയ്യും. എല്ലാ പ്രവർത്തനത്തിനെയും ഒടുവിൽ ടീച്ചറിന്റെ ക്രോഡീകരണം ഉണ്ടാവണം അല്ലെ. ടീച്ചേഴ്സ് വേർഷനും ടീച്ചറിന്റെ ക്രോഡീകരണവും
ഒക്കെ ഉണ്ടാവണം. അപ്പൊ ഇവിടെയും നമ്മൾ ഈ പരിസര പഠന പുസ്തകവും നമുക്ക് നമ്മുടെ സചിത്ര നോട്ട് ബുക്ക് പോലെ മനോഹരമാക്കി കൂടെ ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികൾക്ക് അവര് സ്വതന്ത്രമായിട്ട് അവർക്ക് അത് ആ ബുക്കിനെ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ പഠനത്തിനോടും നോട്ട് ബുക്കിനോടും ഒക്കെയുള്ള താല്പര്യം നമുക്ക് കൂട്ടാനാകും. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ, ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ആരാ പറഞ്ഞേ? ചെമ്പരത്തിയാ പറഞ്ഞേ. അപ്പൊ എന്തൊക്കെയാ പ്രത്യേകത? ഒന്ന് കട്ടിയുള്ള തണ്ട്, പിന്നെയോ വേരോട്ടം എങ്ങനെയാണ്? ആഴത്തില് വേരോടുന്നു. ഒരുപാട് മരത്തിനോട് അത്രയും ഇല്ല അല്ലെ. പിന്നീടോ എത്ര കാലയളവിൽ നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ വർഷങ്ങളോളം നിലനിൽക്കുന്നു തുടങ്ങിയ പ്രത്യേകതകൾ അവിടെയും കുട്ടികൾ കണ്ടെത്തുന്നു, എഴുതുന്നു, ഗ്രൂപ്പായി ചെയ്യുന്നു. അങ്ങനെ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? അപ്പൊ ഇവിടെ നമ്മള് ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും എന്ന് പറഞ്ഞ് പട്ടികയിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു. ഇവിടെ എന്താ നടക്കുന്നത്? വർഗീകരണമല്ലേ നടക്കുന്നത്? കുട്ടി ഇവിടെ വർഗീകരണം എന്ന പ്രക്രിയാശേഷിയിലൂടെ കടന്നു പോകുന്നു. മുമ്പൊക്കെ നമ്മൾ നിരീക്ഷണത്തിലാണ് ഏർപ്പെട്ടത്, ഇവിടെ വർഗീകരണത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പൊ വർഗീകരണം നടത്താനായിട്ട് കുട്ടിയിൽ ഒരുപാട് മാനസിക പ്രക്രിയയിലൂടെ കുട്ടി കടന്നു പോകേണ്ടി വരുന്നു അല്ലെ. നിരീക്ഷിക്കേണ്ടി വരുന്നു, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, എഴുതണം, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കൂടി കുട്ടി പോകുന്നുണ്ട്. ഔഷധികള് എന്ന ഹെഡിങ്ങിലാണ് ചീര വരുന്നത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ചീരയെ പോലെ തണ്ടിന് കട്ടി കുറഞ്ഞ മാസങ്ങളോളം മാത്രം നിലനിൽക്കുന്ന മറ്റു ചെടികളുടെ പേരുകൾ കുട്ടികൾ അവിടെ എഴുതും. കുറ്റിച്ചെടിയോ ചെമ്പരത്തിയാണ് ഉദാഹരണമായിട്ട് തന്നത്. മറ്റുള്ളവയുടെ പേരുകൾ കണ്ടെത്താനായിട്ട് പ്രവർത്തനം കൊടുക്കാം അല്ലെ. മരങ്ങളും അതുപോലെ തന്നെ. അപ്പൊ ചേർത്ത് വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. ഇനി അത് നോക്കാം. കുറ്റിച്ചെടികള്, ഔഷധികള്, മരങ്ങൾ. ഇതേ പ്രവർത്തനം തന്നെ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് ഓർക്കുക. ഇനി കുറ്റിച്ചെടികളിലേക്ക് വരച്ചു ചേർക്കാൻ കുട്ടിക്ക് പറ്റുന്നുണ്ടോ? ഇതിന്റെ നിലവാരം എങ്ങനെയാണ്? ഈ ഒരു പ്രവർത്തനത്തിന്റെ അതികഠിനമായ പ്രവർത്തനം വല്ലതാണോ? അല്ല അല്ലെ. ഇവിടെ വർഗീകരണമൊക്കെ നടത്തുമ്പോൾ പ്രയാസം അനുഭവപ്പെട്ട കുട്ടികൾക്ക് ഒരാശ്വാസം തരുന്ന ഒരു പ്രവർത്തനമല്ലേ ഇത്? അപ്പൊ നമ്മുടെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ സജ്ജീകരിച്ചിരിക്കുന്നത്? എല്ലാത്തരം നിലവാരത്തിലുമുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കി വരച്ചു ചേർത്തും ഒക്കെ ആശയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് പാഠപുസ്തകം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റും. ഇനി വള്ളിച്ചെടികള്. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങൾ ഇവിടെ ഉണ്ടേ എന്ന് വള്ളിച്ചെടികൾ പറയുകയാണ്. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല അല്ലെ, അവയുടെ വേരുകളോ അധികം ബലമുള്ളതല്ല അല്ലെ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അല്ലെ. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ എന്ന് തന്നിട്ടുണ്ട്. വള്ളിച്ചെടികൾ രണ്ടു തരമുണ്ട്. നിലത്ത് പറ്റി വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും. താങ്ങിൽ പറ്റിപ്പിടിച്ച് വളരുന്ന അവ ഏതൊക്കെയാണ്? കുരുമുളക് പോലെയുള്ള മുകളിലേക്ക് നമ്മൾ താങ്ങ് കൊടുത്തു നിർത്തുന്ന വള്ളിച്ചെടികൾ. അപ്പൊ ഇവിടെയും നമുക്ക് കുട്ടികൾക്ക് ഇവിടെ പ്രവർത്തനം തന്നിട്ടില്ലെങ്കിലും കൊടുക്കാം അല്ലെ. വള്ളിച്ചെടികളും പിന്നെ താങ്ങിൽ പറ്റിപ്പിടിച്ച് വളരുന്ന, അതായത് താങ്ങുവേരുള്ള അവയും ഏതൊക്കെയാണ് തുടങ്ങിയ രീതിയിലേക്കും നമുക്ക് കൊണ്ടുപോകാം. ഇവിടെ ആരോഹികൾ എന്നുള്ള ആശയത്തിലേക്കല്ലേ പോകുന്നത്? മുകളിലേക്കുള്ള സസ്യങ്ങളെ അങ്ങനെയല്ലേ പറയുന്നത്, പടർന്നു പോകുന്നവയെ. ഇഴവള്ളികൾ, ആരോഹികൾ, അങ്ങനെയാണ് അല്ലെ. ഇനി സസ്യങ്ങൾ ജലത്തിലും. ഇപ്പൊ സസ്യങ്ങളുടെ ഒട്ടുമിക്ക പ്രത്യേകതകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. അല്ലെങ്കിലും 2ാം ക്ലാസ്സിലെ കുട്ടി നേടിയ അറിവാണ് ജലസസ്യങ്ങളെ കുറിച്ചുള്ളത്. അപ്പൊ അതും ഇവിടെ ആദ്യ പാഠത്തില് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ 2ാം ക്ലാസ്സിലെ പാഠങ്ങളുടെ ഒരു തുടർച്ച, അവൻ നേടിയ ആശയങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ. അപ്പൊ നമുക്കത് ഏത് തരം പാഠപുസ്തകമാണിത്? ചാക്രികാരോഹണ രീതിയിലുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകം തന്നെയാണിത്. 1ാം ക്ലാസ്സില് അല്ല 2ാം ക്ലാസ്സില് കുട്ടി എന്ത് പഠിച്ചു? സസ്യങ്ങളുടെ ഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും കുട്ടി പിന്നെ സസ്യങ്ങളുടെ ഭാഗങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് സസ്യങ്ങളെ എങ്ങനെ വർഗീകരിക്കുന്നു എന്ന നിലയിലേക്ക് ഒന്നുകൂടി ഉയർന്നു. ആ തരത്തിലെ അറിവ് കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമായി മുന്നോട്ട് പോകുന്നു. അതല്ലേ ചാക്രികാരോഹണ രീതിയും. ഇനി വിത്തിനുള്ളിലെ ജീവൻ. ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ആരായിരിക്കും പറഞ്ഞത്? അല്ലെ, വിത്താണ് പറഞ്ഞത്. ഇതനുസരിച്ചായിരുന്നു
ഞങ്ങളുടെ സബ് ജില്ലയിലൊക്കെ ശാസ്ത്രമേളയുടെ വിഷയം ഇത് അനുസരിച്ചുള്ളതായിരുന്നു. അതായത് സീഡ് ജെർമിനേഷൻ എന്നുള്ളതായിരുന്നു കേട്ടോ. വിത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കാണിക്കണമായിരുന്നു. ഏകബീജപത്രവും ദ്വിബീജപത്ര സസ്യങ്ങളുടെയും ഒക്കെ മുളച്ചു വരുന്ന വിവിധ ഘട്ടങ്ങൾ. വിത്തിനുള്ളിലെ ജീവൻ. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുക? സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കുക. അപ്പൊ ഗ്ലാസിനോട് ചേർന്നാകുമ്പോൾ വിത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇതിലും എളുപ്പമുള്ള, ഇതിലും നല്ല മാർഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെയുള്ള മാർഗങ്ങൾ ഉണ്ട്. വഴിയെ പറയാം. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രവും വരച്ച് ചേർക്കൂ. അപ്പൊ ഈ ഒരു പ്രവർത്തനം നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോട്ടണിൽ ചെയ്യുകയാണെങ്കിൽ ആ വേരിനെയും ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കാണാനാകും കേട്ടോ. അപ്പൊ അത്തരത്തിൽ പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ ചെയ്യാനാകും. ഞാനും എന്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിന് കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കൂ. അപ്പൊ ഈ ഒരു പ്രവർത്തനമൊക്കെ കുട്ടികൾക്ക് നിരീക്ഷിച്ച് ചെയ്ത് നോക്കി ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ കുട്ടികൾ ഇവിടെ പ്രവർത്തനത്തിലൂടെയാണ് പഠിക്കുന്നത്. അവര് തന്നെയാണ് അവരുടെ അറിവ് നിർമ്മിക്കുന്നത്. അവര് പ്രവർത്തിച്ച് അവര് അറിവ് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആകെ കൺഫ്യൂഷൻ. ഇലയിൽ നിന്നാണോ വേരിൽ നിന്നാണോ പുത്തൻ ചെടികൾ ഉണ്ടാകുന്നത്? അപ്പൊ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വിത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ആശയങ്ങൾ അവിടെ ഉണ്ടായി. സ്കൂൾ ജൈവവൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതും. വിത്ത് മുളച്ചുണ്ടാകുന്നവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തണം, അല്ലെ? എഴുതണം. വേരിൽ നിന്നുണ്ടാകുന്ന, വേര് പൊട്ടിക്കിളിക്കുന്നവ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. കാണ്ഡം, ഇല, അങ്ങനെ. സസ്യങ്ങളും ധർമ്മങ്ങളും. ഞാൻ ഓടിച്ചു പോവാട്ടോ. ഹാൻഡ് ബുക്കിലോട്ടൂടെ നമുക്കൊന്ന് പോണമല്ലോ. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ ചെയ്തതാ, അല്ലെ? വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലം ഇല്ലാതെ വയ്ക്കുക. വേര് പൊട്ടി പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയത് എങ്ങനെ? ഇതിൽ വേരിന്റെ പങ്കെന്ത്? കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എന്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കൂ. ചിത്രവും വരച്ചു ചേർക്കൂ. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഇത് അധിക വായനയ്ക്കാണ് എന്ന് സിമ്പല് നമ്മൾ കണ്ടായിരുന്നു, അല്ലെ? ഈ സിമ്പൽ എന്തിനാണ്? അധിക വായനയ്ക്കാണ്. കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയല്ല, കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അറിവിലേക്ക് ഒരു കൂട്ടിച്ചേർക്കൽ എന്ന നിലയിലാണ് എന്ന് നമ്മൾ ആ ആമുഖം നോക്കിയാലേ നമുക്കത് മനസ്സിലാവൂ. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. അത് മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. അപ്പം ഈ ആശയം കേൾക്കുമ്പോൾ കുട്ടിക്ക് കൗതുകം തോന്നുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവൻ ചോദിക്കും, അല്ലെങ്കിൽ അവൻ കണ്ടെത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം വിവരങ്ങൾ കുട്ടി ഈ ഒരു ക്ലാസ്സിലൂടെ നേടിയെടുക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ ഇത് നല്ലൊരു രീതിയായി നമുക്ക് പരിഗണിക്കാം, അല്ലെ? കുട്ടിക്ക് അധിക വായനയ്ക്കുള്ള അവസരവും കൊടുത്തിരിക്കുന്നു. ഇനി തണ്ട്, ഇല, വേര് അവയുടെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഭാഗം ഏതാണ്? അങ്ങോട്ടേക്ക് വലിച്ചു ചേർക്കുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ആരാണ്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകവും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ആരാണ്? തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുട്ടിക്ക് ഇവ വരച്ചു ചേർക്കാൻ എളുപ്പമാണ്. ഇലകളുടെ വൈവിധ്യം നോക്കാം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കും. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ പ്രാധാന്യം നമ്മളോട് ചോദിക്കുമ്പോൾ 3-ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം മുതൽ തന്നെ ഇങ്ങോട്ട് ജൈവ വൈവിധ്യ ഉദ്യാനത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും സ്കൂളുകളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം വേണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന ആശയം നടപ്പിലാക്കി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനാകും. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, സ്വാഭാവിക അന്തരീക്ഷം സൃഷ്ടിച്ച് നിരീക്ഷണത്തിലൂടെയുള്ള പഠനത്തിന് പ്രകൃതിയെ അറിയാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മളിവിടെ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ നിലനിർത്തുന്നത്. നമുക്ക് അവിടേക്ക് വരുന്ന ജീവികളെ അവയുടെ ശരിയായ ആവാസ വ്യവസ്ഥയിൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ നോക്കി കാണാനൊക്കെ പറ്റും. ജൈവ വൈവിധ്യ ഉദ്യാനത്തില് ചെറിയ കുളങ്ങളും മത്സ്യവും എല്ലാം ഉണ്ടാവും. അപ്പൊ അവിടേക്ക് തവള വരും, അല്ലെ? അവയെ പിടിക്കാനായിട്ട് പൊന്മാൻ വരും. ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യം അവിടെ ഉണ്ട്. ഇതെല്ലാം കേട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടിക്ക് കഴിയും. ഇനി ഒന്നാമത്തെ സസ്യം തുമ്പ. നീണ്ടു കൂർത്ത ആകൃതിയാണ് ഇലയ്ക്കുള്ളത്, അല്ലെ? മണമുണ്ട് തുമ്പയുടെ പൂവിന്, അല്ലെങ്കിൽ നിറം പച്ചയാണ്, അല്ലെ? ഇലയുടെ പ്രത്യേകതയില് ഇലയ്ക്ക് മണമുള്ള ഇലകളുണ്ട്. ഇതും 2-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ചെയ്ത പ്രവർത്തനം തന്നെയാണ് കേട്ടോ. മണമുള്ള ഇലകൾ തരംതിരിക്കാനായിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? എഴുതി നോക്കൂ. നിറത്തിൽ വൈവിധ്യമുണ്ട്, മണത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾ ഇവിടെ പറയുകയും എഴുതുകയും ചെയ്യുന്നു. ഇലകൾ പേപ്പറിന് അടിയിൽ വെച്ച് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രം വരയ്ക്കും. ക്രയോണുകൾ നിരീക്ഷിക്കൂ, അല്ല പാറ്റേണുകൾ നിരീക്ഷിക്കൂ തുടങ്ങിയ കാര്യങ്ങൾ. ഇതേ ചിത്രങ്ങൾ ഇതുപോലൊക്കെ തന്നെ 2-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇലരൂപങ്ങൾ. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. അപ്പൊ ഇല ആൽബം തയ്യാറാക്കാൻ അവര് മുൻപേ 2-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ കുട്ടികളുടെ നിലവാരം ഒന്നുകൂടി ഉയർന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇതൊക്കെ ചെയ്യാനാകും, ഓർത്തെടുക്കാനാകും. 3-ാം ക്ലാസ്സിനോടുള്ള ഒരു ഭയം കുറഞ്ഞു കിട്ടുക. അത്രയൊക്കെ ഉള്ളൂ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ കുട്ടി മുന്നോട്ട് പൊക്കോളും. പൂക്കളിലെ വൈവിധ്യം. എന്റെ പൂക്കൾ പറിക്കരുതേ. കണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരാശയമാണ്, അല്ലെ? ടീച്ചേഴ്സിനൊക്കെ കുട്ടികളുടെ സ്നേഹത്തോടെ പൂക്കൾ കൊണ്ടുവരും. അവരുടെ മുഖം കാണുമ്പോൾ പൂക്കൾ പോലുള്ള നമ്മുടെ മക്കള് ഒരു കുഞ്ഞു പൂവൊക്കെ കൊണ്ട് തരുമ്പോൾ നമ്മളത് സ്നേഹത്തോടെ സ്വീകരിക്കും, അല്ലെ? പക്ഷെ അവിടെ ഒരു പരിസര പഠനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ നമുക്കും ഉണ്ടൊരു ഉത്തരവാദിത്വം. അപ്പൊ നമുക്കത് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. വേണമെങ്കിൽ നിങ്ങൾ കൊഴിയാറായ പൂവ് പറിച്ചാലും ടീച്ചറിന് ഒന്നും പറയില്ല. വാടിപ്പോവാറായ പൂവിനെ കൊണ്ട് അധികം ഉപയോഗം ഇല്ല. വിത്ത് ആയി മാറുന്ന പൂക്കളിൽ നിന്ന് വിത്ത് മാറുന്നതല്ലെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് മറ്റിടങ്ങളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെ? പുതിയ ചെടിയായിട്ട് മാറ്റാൻ നമുക്കും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ശീലം മാറ്റണം. പ്രകൃതിയെ സംരക്ഷിക്കപ്പെടാനുള്ളതാണെന്നും ഭംഗിയുള്ള എല്ലാത്തിനെയും നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. അതിന്റെ ഭംഗിയെ നോക്കിക്കാണാനും ആഗ്രഹിക്കണം. രാവണൻ സീതയെ ചെയ്തതുപോലെ, അല്ലേ? പിന്നെ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയ്ക്ക് അലങ്കാരമായി വെച്ച കാര്യമൊക്കെ അറിഞ്ഞൂടെ? കഥയാണത്. അപ്പൊ അത് അറിയാം, അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് എന്താ? വലിയൊരു യുദ്ധം. ഇതൊക്കെ പിന്നെ എന്താണ്, മിത്തായി തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഭംഗി തോന്നുന്ന എല്ലാത്തിനെയും എന്റേതാക്കാൻ ആഗ്രഹിക്കരുത് എന്നുള്ള ഒരു മൂല്യത്തിലേക്കും അവിടെ എത്തുന്നുണ്ട്. സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ഇനി പൂക്കൾ പലവിധം. ഏതൊക്കെ പൂക്കളാണ്? പല പൂക്കൾ തന്നിട്ടുണ്ട്, അവയുടെ പേര്. ഈ സന്ദർഭമൊക്കെ വരുമ്പോഴാണ് വീടിനകത്തായി പോയ നമ്മുടെ ചില കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാവുക. പൂക്കളുടെ പേര് ചോദിക്കുമ്പോൾ സ്ഥിരം അവർ കാണുന്ന പല പൂക്കളുടെയും പേര് അവർക്കറിയില്ല. അതിന്റെ കുറവ് നമ്മൾ നികത്തണം, അധ്യാപകർ നികത്തണം, അല്ലെ? എങ്ങനെ? കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് പോകണം, ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പോകണം. അതിനപ്പുറത്തേക്ക് ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ കുട്ടികളെ കൊണ്ട് നടക്കാൻ പോകണം.
പിന്നെ പരിസര പഠനം എപ്പോഴും പരിസരവുമായി ഇണങ്ങിച്ചേർന്നതായിരിക്കണം. ജൈവവൈവിധ്യ ഉദ്യാനം വിപുലീകരിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനാകും അല്ലെ, കുട്ടികളുടെ സഹായത്തോടെ. ഈ നാട്ടുസസ്യങ്ങളുണ്ടല്ലോ, ഈ പിന്നെ നമ്മുടെ പാടവരമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ചില സസ്യങ്ങളൊക്കെ ഉണ്ട്, അതേക്കുറിച്ചൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് അറിവുണ്ടാവണം അതിനെ കുറിച്ച് അല്ലെ. കൃഷ്ണകിരീടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ പൂമ്പാറ്റ വരുന്നതാണ്. പിന്നെ കിലിക്കിച്ചെടി എന്നൊക്കെ പറഞ്ഞ് തകര അല്ലേ, തകരമുത്തി പോലുള്ള പൂമ്പാറ്റകൾ തകരയിലാണ് മുട്ടയിടുന്നതൊക്കെ. അപ്പൊ അതിന്റെ ലാർവ അതിനകത്താണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ സംരക്ഷിച്ചാല് സ്വാഭാവികമായി നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനത്തെ നമുക്ക് എന്താണ് ശലഭ പാർക്കായിട്ടും മാറ്റാനാകും. അപ്പൊ ഇവിടെ കുട്ടികളുടെ അറിവ് പരിശോധിക്കുന്നു. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റെന്തെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കൾ നിരീക്ഷിച്ച് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. പൂക്കാത്ത സസ്യങ്ങൾക്ക് ഭംഗിയുണ്ട് അല്ലെ, അവയ്ക്കും അവയുടേതായ ധർമ്മങ്ങളുണ്ട്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? അന്വേഷിച്ചറിയൂ. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വിത്തായി മാറാന് സാധ്യത അല്ലെങ്കിൽ കായായി മാറാൻ സാധ്യതയില്ലാത്ത പൂക്കള് കൊഴിഞ്ഞു പോകാനായ പൂക്കളൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് അത് സഹിക്കാം അല്ലെ. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇത്? കള്ളിമുൾ ചെടി അല്ലെ. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇത് ഇതുപോലെ നമ്മളുടെ കഴിഞ്ഞ പാഠപുസ്തകത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 3ാം ക്ലാസ്സിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണ് നീലക്കുറിഞ്ഞി അല്ലെ. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. ഇതൊക്കെ അധിക വായനയാണ്. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? തണൽ നൽകുന്നു. കണ്ട, ഇതിൽ തന്നെ ഒരുവിധം പ്രയോജനങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. തണൽ നൽകുന്നു, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ താമസത്തിന് വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ഇവിടെ ഒരു ജിറാഫിന്റെ തലയാണോ? അല്ല, തേനീച്ചയാ അല്ലയോ. അപ്പൊ അങ്ങനെ എന്തെല്ലാം ജീവികൾ, പക്ഷികളും മൃഗങ്ങളും അതുപോലെ ഇൻസെക്റ്റുകളും ഒക്കെ അല്ലെ, പ്രാണികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മരത്തെ പിന്നെ താമസിക്കുവാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ. ഈ ചിത്രമൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഭംഗിയല്ലേ. ആ ഭംഗിയിൽ തന്നെ നമുക്ക് ഇത് തോന്നിപ്പോകും, എന്താണ് ഈ പ്രകൃതിയെ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കൂടി സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുക അല്ലെ. എല്ലാം ഉണ്ട് ആ ചിത്രത്തില് കേട്ടോ. മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളും പൂമ്പാറ്റയും എല്ലാം ഉണ്ട്. ഇനി ഇവിടെ വിലയിരുത്തലിനുള്ള സമയമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് എഴുതൂ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രത്യേകതകളും എഴുതുക. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് ഇത് കഴിയുന്നുണ്ടോ, പിന്നെ കുട്ടി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അവൻ നേടിക്കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലും നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ നടത്തുന്നുണ്ട്. പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. ഇവിടെ കുട്ടി നേരത്തെ നമ്മൾ പറഞ്ഞു പൂക്കളുടെ വ്യത്യാസം, ആ ഒരു ആശയം കുട്ടിയിലേക്ക് എത്തിയോ? നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ, പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ. ചെമ്പരത്തിയൊക്കെ ഇപ്പൊ പല നിറത്തിൽ അവൈലബിൾ അല്ലേ. റോസ പല നിറത്തിൽ അവൈലബിൾ ആണ്. മുല്ലയോ പല നിറത്തിലില്ല. പിച്ചി പല നിറത്തിലില്ല അല്ലെ. നന്ദ്യാർവട്ടം അങ്ങനെയൊക്കെയുള്ള പൂക്കള് പല നിറത്തിലില്ല. സൂര്യകാന്തി അല്ലെ. അങ്ങനെ അവയൊക്കെ നമുക്ക് പട്ടികപ്പെടുത്താം. നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? നേരത്തെ ഒരു പ്രവർത്തനം കൊടുത്തിരുന്നു, അപ്പൊ അതിന്റെ തുടർ പ്രവർത്തനം ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മൾ നട്ടു വളർത്തിയ ചെടിയെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന് എഴുതുക. ലേഖനത്തിലേക്ക് പോയി. ഇനി തുടർ പ്രവർത്തനങ്ങൾ. പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ്
നിർമ്മിക്കുക. ഹരിത കാർഡ് കേട്ടോ, നല്ല ആശയം. സസ്യത്തിന്റെ പേര്, ഏത് വിഭാഗത്തിൽ പെടുന്നു, ഔഷധി, കുറ്റിച്ചെടി, മരം, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം. ഇതിനകത്ത് അതായത് ഏത് വിഭാഗത്തിൽ എന്ന് ഉദ്ദേശിച്ചത് ഔഷധിയാണോ കുറ്റിച്ചെടിയാണോ മരമാണോ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണെന്ന് എഴുതണം. ഇലയുടെ പ്രത്യേകത, പൂവിന്റെ പ്രത്യേകത, കാണ്ഡത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഉൾപ്പെടുത്തി ഹരിത കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞത്. 5 സസ്യങ്ങളുടെ. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വച്ചുപിടിപ്പിക്കുക. ഇവിടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ വിപുലീകരണവും നടന്നു. ഇതൊക്കെ ക്ലാസ്സിൽ നടത്തിയാൽ വിപുലീകരണവും നടന്നു. ഇനി അടുത്ത പാഠമാണ് ജന്തുലോകത്തേക്ക്. ഈ പാഠം അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലെ കുട്ടികൾക്ക് കുറച്ച് പരിചയമുണ്ട്. നമ്മുടെ ഡെമോ ക്ലാസ്സിൽ ഇത് വന്നിരുന്നു. അഞ്ജലി ടീച്ചർ എടുത്ത ക്ലാസ്സിൽ ഈ ഒരു പാഠഭാഗം വന്നിരുന്നു. അപ്പോ ഇത്രയും ഒന്നാമത്തെ പാഠഭാഗം തീർന്നു. ഇനി അതിന്റെ ഹാൻഡ് ബുക്കും കൂടി നമുക്ക് നോക്കാം. ഹാൻഡ് ബുക്ക് നോക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിന്റെ പരിസര പഠനത്തിന്റെ ആമുഖം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമുക്ക് നോക്കണം. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകാതെ നേരെ പാഠഭാഗത്തിലേക്ക് ഒന്ന് പോവുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് കുറച്ച് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വരാം. നമ്മളിപ്പോ എന്തായാലും പാഠം നോക്കിയപ്പോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കണമല്ലോ. കാരണം ഓരോ പാഠവും തന്നിട്ട് അതിന് ചേരുന്ന പഠന പ്രവർത്തനം ഏതാണ് എന്ന നിലയിലേക്ക് ചോദ്യം പോകുന്നുണ്ട്. അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നാൽ നമുക്കത് പറയാനാകണം അല്ലെ. ഇവിടെ മുതൽ തുടങ്ങും. ആശയഭൂപടം തന്നിട്ടുണ്ട്. ആശയഭൂപടം എന്നാണ് പറയുന്നത്. ആശയപടം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ, അതായത് സസ്യങ്ങൾ. അതിൽ നിന്ന് നമ്മൾ വിവിധ തരം സസ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ജലസസ്യം, കണ്ടോ. പിന്നെ നിലത്ത് പടർന്ന് വളരുന്നവ, അതായത് നമ്മൾ എന്തെന്ന് പറയും, വള്ളിച്ചെടി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സസ്യത്തിൽ തന്നെ തണ്ടുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്നവയുണ്ട്. പിന്നെ പുതിയ സസ്യങ്ങളായിട്ട് മാറുന്ന, വിത്ത് മുളച്ച് പുതിയ സസ്യങ്ങളായിട്ട് മാറുന്നവയുണ്ട്. പുതിയ സസ്യങ്ങളായി മാറുന്നതിന് വേരിൽ നിന്ന് മുളയ്ക്കുന്ന സസ്യങ്ങളുണ്ട്. ഇതിനായിട്ട് കാണ്ഡം മുളപ്പിക്കുന്നവയുണ്ട്. ഇല മുളച്ച് പുതിയ സസ്യമാവുന്നവയുണ്ട്. ഇനി ഇല മുളയ്ക്കുന്നതാണ് ബിഗോനിയ, അതായത് ഇലമുളച്ചി തുടങ്ങിയവ. ഇനി കാണ്ഡം വെച്ച് പിടിപ്പിക്കുന്നവയാണ് റോസ്, ചെമ്പരത്തി, ചെത്തി തുടങ്ങിയവ. വിത്ത് മുളയ്ക്കുന്നവ മാവ്, വെണ്ട, പയറ്. വേരിൽ നിന്നാണ് കടപ്ലാവ്, കറിവേപ്പ് എന്നിവ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോയി. ഇനി സസ്യങ്ങളുടെ പ്രയോജനങ്ങളിലേക്ക് പോകുമ്പോൾ പച്ചപ്പിന്, ആഹാരത്തിന്, വാസസ്ഥലത്തിന്, തണലിന്, വിറകിന് തുടങ്ങിയ ആശയങ്ങളിലേക്ക് പോകുന്നു. ഇനി സസ്യങ്ങളുടെ ഭാഗങ്ങളെ, വേര്, തണ്ട്, ഇല. അപ്പൊ ഇലയിൽ തന്നെ ആകൃതി, നിറം, മണം എന്നിവയിലുള്ള വൈവിധ്യമുണ്ട്. ഇനി വേര് നോക്കിക്കേ, വേരിന്റെ ധർമ്മം പോയി. ഇനി തണ്ടിന്റെ ധർമ്മം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തണ്ടിന്റെ പ്രത്യേകത, സ്വഭാവം അനുസരിച്ച്, തണ്ടിന്റെ സ്വഭാവം അനുസരിച്ചാണ് സസ്യങ്ങളെ ഔഷധി, കുറ്റിച്ചെടി, വൻമരങ്ങൾ എന്ന് തിരിക്കുന്നത്. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും കൂടി ചേർത്തതാണ് ആശയപടം. ഇനി മൊഡ്യൂൾ 1, സസ്യങ്ങൾ തരംതിരിക്കാം. ഇതാണ് ആദ്യത്തെ മൊഡ്യൂൾ. അപ്പൊ മൊഡ്യൂൾ അനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത്. എന്താണ് മൊഡ്യൂള്? ഒരു ആശയം വരുന്നവയെ ഒന്നിച്ച് ചെയ്യുന്നതാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ഒറ്റ ആശയം വരുന്നതിനെ ഒന്നിച്ച് എടുത്ത് ചെയ്യാം. അപ്പൊ സസ്യങ്ങൾ തരംതിരിക്കാമെന്നുള്ള ആശയം. പഠന ലക്ഷ്യം എന്താണ്? ചുറ്റുപാടുമുള്ള വിവിധ സസ്യങ്ങളുടെ തണ്ടിന്റെ കാഠിന്യം, വലിപ്പം, ആയുസ്, വളരുന്ന ചുറ്റുപാട് എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്യങ്ങളും വ്യത്യാസങ്ങളും നിരീക്ഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് സസ്യങ്ങളെ തരംതിരിക്കുകയും സസ്യലോകത്തിലെ വൈവിധ്യം ആസ്വദിക്കുകയും ചെയ്യുക. ഇതിലൂടെ സസ്യലോകത്തെ സ്നേഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള മനോഭാവം സൃഷ്ടിക്കുക. ഇതാണ് ഒരു പഠന ലക്ഷ്യം. മുന്നറിവുകൾ ഞാൻ പറഞ്ഞില്ലേ, മുന്നറിവുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അവയാണ് സസ്യങ്ങളുടെ ഇല, തണ്ട്, വേര് എന്നിവ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാക്കാനാണ് നമ്മൾ അവിടെ ഭാഗങ്ങൾ ചോദിച്ചത്. മരങ്ങളും ചെറിയ ചെടികളും പരിചിതമാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് അവയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത്. പയറ്, പുല്ല് തുടങ്ങിയ സസ്യങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്ന ആശയം കുട്ടിക്ക് അറിയാം. അത് ഓർമ്മപ്പെടുത്താനും അവസരം കൊടുത്തിട്ടുണ്ട്. മാവ്, തെങ്ങ്, പ്ലാവ് തുടങ്ങിയ വലിയ സസ്യങ്ങൾ കുറെ കാലം നിലനിൽക്കുന്നു. ഈ ആശയങ്ങളെ അവരെ ഒന്നുകൂടി മുന്നറിവുകൾ പരിശോധിച്ചെടുത്തിട്ടുണ്ട്. ആശയങ്ങൾ, ധാരണകൾ. വ്യത്യസ്തങ്ങളായ ധാരാളം സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ആശയം കിട്ടുന്നു. സസ്യങ്ങൾക്ക് പ്രധാനമായും വേര്, തണ്ട്, ഇല എന്നീ ഭാഗങ്ങളാണ് ഉള്ളത്. സസ്യങ്ങളെ അവിടെ വലിപ്പം, തണ്ടിന്റെ കാഠിന്യം, ആയുസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം എന്ന ആശയം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ
വള്ളികളായി പടരുന്ന ചെടികളാണ് വള്ളിച്ചെടികൾ. ജലത്തിൽ വളരുന്നവയാണ് ജലസസ്യങ്ങൾ തുടങ്ങിയ ആശയം. പിന്നെ ശേഷികൾ, നൈപുണികൾ. എന്തൊക്കെ ശേഷികളാണ് പരിസര പഠനത്തിലൂടെ നേടാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ ശേഷികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഹാൻഡ് ആമുഖ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പ്രക്രിയകളും ശേഷികളും ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരീക്ഷണം, നിരീക്ഷിക്കാനുള്ള ശേഷി ലഭിക്കുന്നുണ്ട്. സസ്യങ്ങളുടെ തണ്ടിന്റെ കാഠിന്യം, വലിപ്പം, വള്ളിച്ചെടികള്, ജലസസ്യങ്ങള്, ഈ ആശയങ്ങളൊക്കെ നമ്മൾ നിരീക്ഷണത്തിലൂടെയാണ് കണ്ടെത്തിയത് അല്ലെ. അടുത്തത് നോക്കിക്കേ, അപഗ്രഥിക്കൽ. നിരീക്ഷിച്ച സസ്യങ്ങളുടെ പട്ടിക അപഗ്രഥിക്കുന്നു. ഇപ്പൊ നിരീക്ഷണം എന്ന ശേഷി അല്ലെങ്കിൽ നൈപുണി ലഭിച്ചു. അപഗ്രഥിക്കലിനുള്ള നൈപുണി, വർഗീകരണത്തിലുള്ള നൈപുണി. ഔഷധികള്, കുറ്റിച്ചെടികള്, മരങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. മൂല്യവും മനോഭാവവും. സസ്യലോകത്തിലെ വൈവിധ്യങ്ങൾ ആസ്വദിച്ച് സസ്യങ്ങളെ സംരക്ഷിക്കാനുള്ള മനോഭാവം. അവയെ നശിപ്പിക്കരുത് അല്ലെ, സ്വന്തമാക്കി അഹങ്കരിക്കരുത്. ആവശ്യമായ സാമഗ്രികൾ അല്ലെങ്കിൽ ഒരുക്കേണ്ട ഇടങ്ങൾ. ചീര, ചെമ്പരത്തി, മാവ്, തുമ്പ, റോസ്, തെങ്ങ്, പയർ, ശംഖുപുഷ്പം, ആമ്പൽ, താമര തുടങ്ങി ഔഷധികള്, കുറ്റിച്ചെടികൾ, മരങ്ങൾ, വള്ളിച്ചെടികൾ, ജലസസ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യാനം ഒരുക്കണം അല്ലെ. പഠന തെളിവ്, പോർട്ട്ഫോളിയോ, പരിസരമൂല. ഓർത്തു വെച്ചോണേ, പോർട്ട്ഫോളിയോ അറിയാലോ. പോർട്ട്ഫോളിയോ നമ്മുടെ പഠന ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന ഫയലാണ്. പോർട്ട്ഫോളിയോ ആക്കിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതിന് മറ്റൊന്നും കൂടിയുണ്ട്, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ. അത് ഡിജിറ്റലായിട്ട് ഓരോ ഫയലായി ഓരോ കുട്ടിക്ക് ഓരോ ഫയല് സൂക്ഷിക്കുന്നു. അതിന്റെ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ അതിലേക്ക് ചേർക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഇപ്പൊ നമ്മളൊരു പരീക്ഷണം നടത്തുന്നതിന്റെ വീഡിയോ എടുക്കാം, പ്രകൃതി നടത്തത്തിന് കൊണ്ടുപോകുന്ന വീഡിയോ എടുക്കാം, കുട്ടികളുടെ അഭിപ്രായം പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് പിന്നീട് ഓരോ കുട്ടിയുടെയും നേട്ടങ്ങൾക്ക് ഓരോ ഫയല് ഈ ഒരു രീതിയിൽ ക്രമീകരിക്കാം. ഇനി നിരീക്ഷണക്കുറിപ്പ്, ചിത്രങ്ങൾ, പൂർത്തിയാക്കിയ വർക്ക്ഷീറ്റ്, മാതൃകകൾ ഇവയൊക്കെയാണ് പോർട്ട്ഫോളിയോയിലേക്ക് സൂക്ഷിക്കേണ്ടത്. പരിസരമൂല, ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ചെടികൾ, അവയുടെ ചിത്രീകരണമാണ് പരിസരമൂലയിലേക്ക് വരേണ്ടത്. ചിത്രങ്ങൾ എടുത്തത് ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിത്രം വരച്ചത് ഓക്കെ. ഇനി പ്രവർത്തനങ്ങൾ. തൊട്ടുവാ പൈങ്കിളിയെ, ആ ഒരു കളിയിലൂടെയാണ് നമ്മൾ പ്രവർത്തനത്തിലൂടെ പോയത്. പ്രവേശക പ്രവർത്തനമായി ഈ കളി നൽകാവുന്നതാണ്. സ്കൂൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് ഈ കളി നടത്താം. കുട്ടികളും ടീച്ചറും വൃത്താകൃതിയിൽ നിൽക്കുന്നു. മാമരം തൊട്ടുവാ പൈങ്കിളിയെ എന്ന് പാട്ടുപാടി കളിക്കുമ്പോൾ കുട്ടികൾ ഓടിപ്പോയി മരത്തെ തൊടണം. ഓടിപ്പോയി തൊട്ട് നിന്ന അതേ സ്ഥലത്ത് തന്നെ വന്നു നിൽക്കണം. കിളി തൊട്ട മരമേത് എന്ന് ചോദിക്കുമ്പോൾ തൊട്ട മരത്തിന്റെ പേര് ഉറക്കെ പറയണം. ശേഷം തൊട്ട മരങ്ങളുടെ പേരുകൾ ക്ലാസ്സിൽ ചാർട്ടിൽ അല്ലെങ്കിൽ ബുള്ളറ്റിൻ ബോർഡിൽ എഴുതിയോ വരച്ചോ പ്രദർശിപ്പിക്കണം. പിന്നീട് പൂവ്, ഇല എന്നിവ തൊട്ട് കളി തുടരുക. വരികൾ കൂട്ടിച്ചേർത്ത് വ്യത്യസ്ത രീതിയിൽ ഈ കളി കളിക്കാവുന്നതാണ്. ഉദ്യാനത്തിലെ സസ്യങ്ങളെ തൊട്ടു നോക്കിയപ്പോൾ കുട്ടി കണ്ടെത്തിയ പ്രത്യേകതകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. ചർച്ച നയിക്കാൻ ഇത്തരം സൂചനകൾ ഉപയോഗിക്കാം. എന്തൊക്കെ സൂചനകളാണ് ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്? തൊട്ട എല്ലാ സസ്യങ്ങളുടെയും പേരുകൾ നിങ്ങൾക്ക് അറിയാമോ? സ്കൂൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ എത്ര സസ്യങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? സസ്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ. ഈ പല ഇലസസ്യങ്ങളുടെയും പേരുകളൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയണമെന്നില്ല, അപ്പൊ നമുക്കത് കണ്ടെത്തണം അല്ലേ. ഇനി കുട്ടികൾ നിരീക്ഷിച്ച സസ്യങ്ങളുടെ പരമാവധി സവിശേഷതകൾ കണ്ടെത്തുന്നതാണ് അടുത്ത പ്രവർത്തനം. ഞാൻ ആര് കളി. ടീച്ചർ ഒരു സസ്യം മനസ്സിൽ വിചാരിക്കുന്നു. ടീച്ചർ വിചാരിച്ച സസ്യം ഏതെന്ന് കുട്ടികൾ പറയണം. ഇതിനായിട്ട് കുട്ടികൾ വിവിധ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതേ, അല്ല എന്ന ഉത്തരം മാത്രമേ ടീച്ചർ പറയാവൂ. ടീച്ചർ മനസ്സിൽ വിചാരിച്ച സസ്യത്തെ കണ്ടെത്തി ആദ്യം പറയുന്ന കുട്ടിയാണ് വിജയി. തുടക്കത്തിൽ ടീച്ചർ നേതൃത്വം വഹിക്കുന്നു. പിന്നീട് കുട്ടികൾ തന്നെ നേതൃത്വം ഏറ്റെടുത്ത് ഗ്രൂപ്പായി തിരിഞ്ഞ് കളി തുടരും. ഈ എല്ലാ കുട്ടികൾക്കും ഒരു സവിശേഷതയെങ്കിലും ചോദിക്കാൻ അവസരം നൽകേണ്ടതാണ്. കളിക്ക് ശേഷം ക്ലാസ്സിൽ വിലയിരുത്തൽ നടത്തട്ടെ. ഇതിനായി ജൈവ വൈവിധ്യ ഉദ്യാനത്തിലും ചുറ്റുമായി കാണുന്ന പരമാവധി സസ്യങ്ങളുടെ പേരുകൾ ടീച്ചർ നേരത്തെ തന്നെ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്. അറിയാത്ത സസ്യങ്ങളുടെ പേരുകൾ കുട്ടികൾ പരസ്പരം ചോദിച്ചും ടീച്ചറിനോട് ചോദിച്ചും മനസ്സിലാക്കാൻ ഈ പ്രവർത്തനം ഉപകരിക്കും. കളി രീതിയിലൂടെ പഠിക്കണം, പ്രവർത്തിച്ചു പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള സംശയങ്ങൾ ഇവിടെ തന്നെ മാറിക്കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെയും ഒരു ചെറിയ കളി രീതിയിലൂടെയാണ്, എന്നാൽ കുട്ടികൾ വേണ്ട ആശയങ്ങൾ നേടുന്നുണ്ട് അല്ലെ. എത്ര ചെടികളുടെ പേരുകൾ പറയാൻ കഴിഞ്ഞു? അവിടെ ഒരു സ്വയം വിലയിരുത്തലാണ്. വ്യത്യസ്ത തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിച്ചോ? എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞോ? ഒരു ചോദ്യമെങ്കിലും കണ്ടെത്താൻ കഴിയാത്തവരുണ്ടോ? അവരെ എങ്ങനെ സഹായിക്കും?
ഇവിടെ പരമാവധി സസ്യങ്ങളുടെ പേരുകൾ പരിചയപ്പെടുന്നതിനുള്ള അവസരം ടീച്ചർ കണ്ടെത്തേണ്ടതാണ്. ഇതിനായി സ്ലൈഡ് പ്രസന്റേഷനുകളോ ഡിജിറ്റൽ ആൽബങ്ങളോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. സസ്യഭാഗങ്ങൾ ഇപ്പം മൊഡ്യൂളാണ്, ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ ചെയ്യുകയാണ് അല്ലെ. സസ്യഭാഗങ്ങൾ, ഒരു സസ്യത്തിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ട്. ടീച്ചർ പ്രശ്നം ഉന്നയിക്കുന്നു, കുട്ടികളും ടീച്ചറും ചെടികളുടെ ചിത്രം വരയ്ക്കുന്നു. ടീച്ചർ ചാർട്ട് പേപ്പറിൽ വരയ്ക്കുന്നതാവും ഉചിതം. വേര്, തണ്ട്, ഇല മാത്രമുള്ള ചിത്രമാണ് ടീച്ചർ വരയ്ക്കേണ്ടത്. വരച്ചു കഴിഞ്ഞ ചിത്രം പ്രദർശിപ്പിച്ച് ടീച്ചർ വരച്ചതും കുട്ടികൾ വരച്ചതും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. രണ്ട് ചിത്രത്തിലും പൊതുവായുള്ള ഭാഗങ്ങൾ ഏതെല്ലാം? എല്ലാ സസ്യങ്ങളിലും എല്ലാവർക്കും വരയ്ക്കാൻ കഴിഞ്ഞു, എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും വരയ്ക്കാൻ കഴിഞ്ഞു. സസ്യങ്ങൾക്ക് പൊതുവായി കാണുന്ന ഭാഗങ്ങൾ ഏതെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അപ്പൊ എല്ലാ സസ്യത്തിനും പൂവില്ല, എല്ലാ സസ്യത്തിനും കായില്ല അല്ലെ. പൊതുവായിട്ട് ഒരു സസ്യം എന്ന് പറയുമ്പോൾ ഇലയും തണ്ടും വേരുമാണ് അല്ലെ. ഈ ആശയത്തിലേക്ക് നമ്മൾ ഇവിടെ പോകുന്നു. സസ്യങ്ങൾക്ക് വേര്, തണ്ട്, ഇല എന്നീ 3 ഭാഗങ്ങളാണ് പൊതുവായി ഉള്ളത്. ഇവിടെ തന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇവയില്ലാതെ സസ്യത്തിന് നിലനിൽപ്പില്ല. ചില സസ്യങ്ങളിൽ വളർച്ചയുടെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ തണ്ടിന്റെ ചില ഭാഗങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ച് പൂക്കൾ ഉണ്ടാകുന്നു. പായലുകൾ, ബ്രയോഫൈറ്റുകൾ എന്നിവയിൽ സസ്യശരീരം വേര്, തണ്ട്, ഇല എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടില്ല. പന്നലുകൾ, ജിംനോസ്പേമുകൾ എന്നിവയിൽ വേര്, തണ്ട്, ഇല ഉണ്ടെങ്കിലും പൂക്കൾ ഉണ്ടാകുന്നില്ല. ജിംനോസ്പേമുകളിൽ പൂക്കൾ ഉണ്ടാകുന്നില്ലെങ്കിലും വിത്ത് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ അറിയാൻ റെഫറൻസ് ദ പ്ലാന്റ് കിങ്ഡം, എ ഗൈഡ് ടു പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, സസ്യശാസ്ത്രം. ഇങ്ങനെ ഹാൻഡ് ബുക്കിൽ അധ്യാപികയ്ക്കും വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സസ്യലോകം, പൂക്കാത്തതും വിത്ത് ഉണ്ടാകുന്നതുമായ ചെടികൾ, അതായത് ക്രിപ്റ്റോഗാങ്സ് എന്ന് പറയുന്നവ. അവയാണ് സ്പൈറോഗൈറ, ബ്രയം, ടെറസ് എന്നിവ. വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ. ഇതൊക്കെ കുട്ടികളിലേക്ക് ഇതേപോലെ നമുക്ക് എത്തിക്കാനാകില്ലെങ്കിലും കുഞ്ഞുങ്ങളെ അറിയിക്കാനുള്ള ഒരു രീതി, അതുപോലെ ടീച്ചറിന് അധിക വായനയ്ക്കുള്ള അവസരം, കുട്ടികളിലേക്ക് ഇവ ഒന്ന് അധിക അറിവായിട്ട് കൊടുക്കൽ, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചേക്കണേ. പ്രത്യേകിച്ച് ബയോളജി, ബോട്ടണി ഒക്കെ ഉള്ളവര് ചോദ്യം ചോദിച്ചിരുന്നു എന്തൊക്കെ ചോദിക്കുമെന്ന്. അപ്പൊ ടെറോഫൈറ്റുകള്, ബ്രയോഫൈറ്റുകള്, താലോഫൈറ്റുകളൊക്കെ എന്താണ്, പിന്നെ ആ ആശയം എങ്ങനെ കുട്ടിയിലേക്ക് എത്തിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ വന്നാല് നിങ്ങൾക്ക് അത് പറയാൻ പറ്റണം. അപ്പൊ താലോഫൈറ്റ് എന്താണ്? വെള്ളത്തിൽ വളരുന്നവ, വേരിയില, തണ്ട് എന്ന് വേർതിരിക്കാനാവാത്ത നാര് പോലുള്ള സസ്യശരീരമാണ് ഇവയ്ക്കുള്ളത്. അതാണ് താലോഫൈറ്റുകൾ. ബ്രയോഫൈറ്റുകൾ ഈർപ്പമുള്ള ഇടങ്ങളിൽ വളരുന്നു. ടെറിഡോഫൈറ്റുകള് വേരും കാണ്ഡവും ഇലകളും ഉള്ളവയാണ്. അങ്ങനെ ഓരോന്നും ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഉദ്യാനത്തിലേക്ക്. എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാം സാമ്യ വ്യത്യാസങ്ങളാണ് ഉള്ളത്? പ്രശ്നം അവതരിപ്പിക്കുന്നു. എന്തെല്ലാം കണ്ടെത്താൻ കുട്ടികൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. കുട്ടികൾക്ക് ഊഹ രേഖപ്പെടുത്താനും അവ അവതരിപ്പിക്കാനും അവസരം കൊടുക്കണം. നിരീക്ഷിക്കേണ്ടത് എന്തെല്ലാം എന്ന് നോക്കാം. എല്ലാ സസ്യങ്ങളുടെയും തണ്ടുകളുടെ കാഠിന്യം ഒരുപോലെയാണോ? ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പാഠപുസ്തകത്തിൽ കണ്ടത് തന്നെ, അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇവിടെ കൊടുക്കുന്നില്ല. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. തൊട്ട് നോക്കിയും നിരീക്ഷിച്ചു അന്വേഷിച്ചും കണ്ടെത്താൻ ആവശ്യമായ അവസരങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്ന വാക്യം ഞാൻ കണ്ടതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ പറയുകയാണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പോയിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരം. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ. നിശ്ചിത ഇനങ്ങളിൽപ്പെട്ട ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഉണ്ടെന്ന് ടീച്ചർ ഉറപ്പാക്കേണ്ടതാണ്. അതായത് നമുക്ക് പഠിപ്പിക്കാൻ ഉള്ളത്, അതായത് നമ്മൾ പിന്നെ പാഠാസൂത്രണം, വാർഷികാസൂത്രണം ഒക്കെ നടത്തുന്ന സമയത്ത് തന്നെ അല്ലെ, സ്കൂളിലേക്ക് മുഴുവനായിട്ട് അക്കാദമിക കാലയളവിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കി വെച്ച് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നമ്മുടെ സ്കൂളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം എന്നുള്ള സൂചനയാണ് ഇവിടെ ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്നത്. നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം, നിരീക്ഷിച്ച സ്ഥലം, നിരീക്ഷിച്ചത് എന്തെല്ലാം, താൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാം, നിരീക്ഷണത്തിലൂടെ എനിക്ക് ലഭിച്ച പുതിയ അറിവുകൾ, ഈ ഘട്ടങ്ങളിലൂടെ വേണം നമ്മൾ എഴുതി വെക്കാനായിട്ട്. അപ്പൊ നിരീക്ഷണക്കുറിപ്പിന്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടി വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് ഈ നിരീക്ഷണക്കുറിപ്പ്. കാരണം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് നിരീക്ഷണക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. നിരീക്ഷണക്കുറിപ്പിന്റെ മാതൃക നോക്കാം. 1. ലക്ഷ്യം. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ചെടികളുടെ വലിപ്പം, തണ്ടിന്റെ കാഠിന്യം എന്നിവ ഒരുപോലെയാണോ എന്ന് കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. നമ്മളത് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നോണ്ടല്ലേ, ഇവ ഒരുപോലെയാണോ എന്ന ചോദ്യം വരുമ്പോഴാണ് അവരത് ചിന്തിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ സന്തുലിതാവസ്ഥയിൽ പോയിരുന്ന മനസ്സിലേക്ക്
നമ്മളായി ഒരു ചോദ്യം ഇട്ട് കൊടുത്തു. ഈ നിശ്ചലമായ വെള്ളത്തിലേക്ക് കല്ലിട്ട് കൊടുക്കുന്ന ഇഫക്റ്റ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കുട്ടിയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായി. ഇനി ഇതൊക്കെ ഒന്നാണോ, അതിനെ ഞാൻ എങ്ങനെ കണ്ടെത്തും തുടങ്ങിയ ഒരു അസന്തുലിതാവസ്ഥ. അതിനെ വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ അവൻ അവിടെ പ്രശ്നം പരിഹരിക്കണം. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താണ്? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ആ പ്രശ്നമാണ് അവന്റെ ലക്ഷ്യം. ആ പ്രശ്നത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ചെടികളുടെ വലിപ്പം, തണ്ട്, കാഠിന്യം എന്നിവ ഒരുപോലെയാണോ എന്ന് കണ്ടെത്തുക. നിരീക്ഷിച്ച സ്ഥലം എവിടെയാണ്? സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലാണ് നമ്മൾ നിരീക്ഷണം നടത്തിയത്. നിരീക്ഷിച്ച രീതി, ഞാൻ നിരീക്ഷിച്ച രീതി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ലക്ഷ്യം, അടുത്തത് നിരീക്ഷണ സ്ഥലം, ഞാൻ നിരീക്ഷിച്ച രീതി. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ തെങ്ങ്, വാഴ, മാവ്, റോസ്, തുമ്പ, പ്ലാവ്, ചീര, റബ്ബർ, പോപ്പിച്ചെടി, മത്തൻ, ആമ്പൽ, താമര, ചെമ്പരത്തി തുടങ്ങി വ്യത്യസ്തങ്ങളായ സസ്യങ്ങളെ തൊട്ടു നോക്കുകയും അമർത്തി നോക്കുകയും തണ്ടിന്റെ കാഠിന്യം മനസ്സിലാക്കുകയും വലുപ്പം നിരീക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു രീതിയിലാണ് സസ്യങ്ങളെ കുറിച്ച് അറിഞ്ഞത്. ചെയ്ത രീതി വിശദമാക്കി. അടുത്തത് എന്റെ കണ്ടെത്തലുകൾ. ഞങ്ങളുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ധാരാളം സസ്യങ്ങളുണ്ട്. തുമ്പ, ചീര, പോപ്പിച്ചെടി എന്നിവയുടെ തണ്ടിന് കാഠിന്യം വളരെ കുറവാണ്. എന്നാൽ മാവ്, തെങ്ങ്, പ്ലാവ്, റബ്ബർ തുടങ്ങിയവ വലിയ സസ്യങ്ങളാണ്. ഇവിടെ തണ്ടിന് കാഠിന്യം കൂടുതലാണ്. റോസ്, തുളസി, ചെമ്പരത്തി തുടങ്ങിയവയുടെ തണ്ടിന് മാവിന്റെ തണ്ടിന്റെ അത്രയും കാഠിന്യമില്ല. അവിടെ തന്നെ നമുക്ക് എഴുതാം അവയ്ക്ക് എന്നാൽ ചീരയുടെ തണ്ടിനേക്കാൾ കാഠിന്യം ഉണ്ട് എന്ന് കമ്പയർ ചെയ്ത് എഴുതാം. നിരീക്ഷണത്തിലൂടെ എനിക്ക് ലഭിച്ച പുതിയ അറിവുകൾ. തണ്ടിന് കനം വളരെ കുറഞ്ഞ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും. കാഠിന്യമുള്ള ചെടികൾ കൂടുതൽ കാലം നിലനിൽക്കുന്നു. ഇവയ്ക്ക് കാഠിന്യം കുറഞ്ഞ ചെടികളേക്കാൾ വലിപ്പമുണ്ട്. വലിയ ചെടികളുടെ തണ്ടിന് കാഠിന്യം കൂടുതലാണ്. ഇവ കുറെ കാലം നശിക്കാതെ നിലനിൽക്കും. വാഴ വലുതാണെങ്കിലും നീണ്ട കാലത്തേക്ക് നിലനിൽക്കുന്നില്ല. അല്ലെ? നീണ്ട കാലത്തേക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ തണ്ടിന്റെ കാഠിന്യം മറ്റുള്ളവയുടെ അത്രത്തോളം ഇല്ല. വേരിന്റെ പ്രത്യേകത, ഇതിലേക്കെല്ലാം നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ അത് പിന്നെ എന്താണ് ഔഷധിയുടെ ഇനത്തിലല്ലേ വരുന്നത്. അതായത് ഒരു കാലയളവിനുള്ളിൽ വളർന്ന് പുഷ്പിച്ച് കായ്ച്ച് നശിച്ചു പോകുന്നവ. നിരീക്ഷണം, വിലയിരുത്തൽ, സൂചകങ്ങൾ. ഓരോ ചെടിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കും കേട്ടോ. ബോട്ടണി പഠിച്ച കൊച്ചൊക്കെ ഏതോ അധ്യാപിക ഇങ്ങനെ സംശയം ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടി നോക്കി വെക്കണേ. നിരീക്ഷണം, അതുപോലെ സുവോളജി പഠിച്ചവരും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതൊക്കെ തന്നെയാണ്. നിരീക്ഷണക്കുറിപ്പിന്റെ സൂചകങ്ങളൊക്കെ നോക്കി വെക്കണം. പിന്നെ ബാക്കി ഓരോരോ പ്രക്രിയാശേഷിയുടെയും സൂചകങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഓരോ ചെടിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. നിരീക്ഷിച്ച സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. തണ്ടിന്റെ കാഠിന്യത്തിലെ വ്യത്യാസങ്ങൾ തൊട്ടുനോക്കി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും അവ ഏതെന്ന് തിരിച്ചറിയുന്നതിനുമുള്ള സവിശേഷതകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇവിടെ വിലയിരുത്തേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ ഓരോ ചെടിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ടീച്ചർ നോക്കണം. നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. നിരീക്ഷിച്ച സസ്യങ്ങളുടെ പേരുകൾ കുട്ടി കണ്ടെത്തിയിട്ടുണ്ടോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുട്ടിയുടെ പ്രവർത്തനത്തെ നോക്കിക്കാണേണ്ടത്. മനസ്സിലായല്ലോ? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലും ചുറ്റുപാടുമുള്ളതുമായ സസ്യങ്ങളെ നിരീക്ഷിച്ച് പാഠപുസ്തകം പേജ് നമ്പർ 9 പട്ടിക ഓരോ കുട്ടിയും വ്യക്തിഗതമായി പൂർത്തിയാകട്ടെ. പൂർത്തിയാക്കിയ പട്ടികയുടെ വിശകലനവും വിലയിരുത്തലും നടത്തണം. അവിടെയും നമ്മൾ ഓരോ സമയവും നമ്മൾ എന്തൊക്കെ സൂചകങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സവിശേഷതകൾ കണ്ടെത്താൻ കഴിഞ്ഞോ? എന്തെല്ലാം സവിശേഷതകളാണ് കണ്ടെത്തിയത്? രേഖപ്പെടുത്തിയ ഊഹം ശരിയായിരുന്നോ? വർഗീകരിക്കാനും പട്ടിക വിപുലീകരിക്കാനും സാധിച്ചോ? ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കേണ്ട സൂചകങ്ങൾ അവിടെ തന്നെ തന്നിട്ടുണ്ട്. തയ്യാറാക്കിയ പട്ടികയുടെ അപഗ്രഥനമാണ് തുടർന്ന് നടക്കേണ്ടത്. ഇതിനായി താഴെ പറയുന്ന സൂചനകൾ ഉപയോഗിക്കാം. മൃദുലമായ തണ്ടോടുകൂടിയ സസ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ അത് കുട്ടികൾ പറയും. അവയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ അവ പെട്ടെന്ന് നശിച്ചു പോകും എന്ന് പറയും. വളരെയധികം കാലം ജീവിക്കുന്ന ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? അപ്പൊ അവര് കുറ്റിച്ചെടിയെയും മരത്തിനെയും ഒക്കെ പറയും. അവയുടെ തണ്ടുകളുടെ കാഠിന്യത്തിലും വലിപ്പത്തിലുമുള്ള സവിശേഷതകൾ എന്താന്ന് വെച്ചാൽ അത് പറയും. ഇടത്തരം വലിപ്പമുള്ള സസ്യങ്ങളുടെ തണ്ടിന്റെ, അപ്പൊ ഇവിടെ വളരെ കാലം എന്ന് പറയുമ്പോൾ മരങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇടത്തരം വലിപ്പമുള്ള സസ്യങ്ങളുടെ തണ്ടിന്റെ കാഠിന്യം എപ്രകാരമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാം അവയ്ക്കും കാഠിന്യമുണ്ട്, എന്നാൽ മരത്തിന്റെ അത്ര കാഠിന്യമില്ല, ഔഷധിയേക്കാൾ കാഠിന്യമുണ്ട് എന്നുള്ള തരത്തിലേക്ക്. അതായത് മൃദുവായ സസ്യങ്ങളെക്കാൾ കാഠിന്യമുണ്ട്. ഇവ എത്ര കാലം നിലനിൽക്കുന്നു? അവ അതായത്
ദീർഘകാലത്തിലേക്ക് നിലനിൽക്കുന്നുണ്ട് അല്ലെ, ഇത്തരത്തിലേക്ക് പറയുന്നത്. എന്നാൽ മരങ്ങളോട് അത്ര മരങ്ങളുടെ ഇതുപോലെ വർഷങ്ങളോളം നിലനിൽക്കുന്നില്ല, അത്രയും കാലഘട്ടത്തിലേക്ക് നിലനിൽക്കുന്നില്ല, എന്നാലും വർഷങ്ങളോളം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള ആശയങ്ങളിലേക്ക് വരുന്ന. ഇവിടെയൊന്നും നമ്മൾ ഔഷധിയെന്നോ കുറ്റിച്ചെടിയെന്നോ മരങ്ങളെന്നോ തരം തിരിച്ചിട്ടില്ല. ഇനി അപഗ്രഥിച്ചാണ് നമ്മൾ ആ ഒരു ഹെഡിലേക്ക് വരിക. അപഗ്രഥനത്തിലൂടെ പട്ടികയിലെ ദത്തങ്ങൾ തമ്മിലുള്ള ബന്ധം കുട്ടികൾക്ക് വിശദീകരിക്കാൻ അവസരം നൽകണം. അപഗ്രഥന ശേഷി വിലയിരുത്തുന്നതിന് വിശദീകരണത്തിലെ കൃത്യതയും സൂചകമായി ഉപയോഗിക്കാം. കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകണം. പട്ടികയിലെ ആശയങ്ങൾ കുട്ടികൾ ആർജിച്ചോ എന്ന് വിലയിരുത്തുന്നതിനായി ചില വർക്ക്ഷീറ്റുകൾ ഉപയോഗിക്കാം. വർക്ക്ഷീറ്റിന്റെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വർക്ക്ഷീറ്റ് ഒക്കെ ചെയ്യാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ചിത്രരൂപേണയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. വർക്ക്ഷീറ്റ് 1, കൂട്ടുകാരെ കണ്ടെത്താമോ, സസ്യങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചീരയും അതായത് ഔഷധികള്, കുറ്റിച്ചെടികളും മരങ്ങളുടെയും ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവയുടെ പ്രത്യേകത അനുസരിച്ച് നമ്മളിവിടെ മറ്റുദാഹരണങ്ങൾ കണ്ടെത്തുന്നു, അത് ഏത് വിഭാഗമാണെന്ന് എഴുതുന്നു. അപഗ്രഥനത്തിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് ആ വിഭാഗത്തിന്റെ പേരും ഒക്കെ ഇതിനോടകം എത്തിയിട്ടുണ്ട്. പുസ്തകത്തിലെ പേജ് അനുസരിച്ചൊക്കെ കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ക്രോഡീകരിക്കുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീച്ചറിന് ക്രോഡീകരണത്തിനുള്ള സാമഗ്രികൾ ഹാൻഡ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ട ആക്ടിവിറ്റി ഓർമ്മയുണ്ടല്ലോ, തണ്ട് മൃദുവാണെന്നേ തന്നിട്ടുള്ളൂ, അതുപോലെ ആഴത്തിൽ വേരോട്ടമില്ല എന്ന കാര്യവും തന്നിരുന്നു. ബാക്കി ആശയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. വലുപ്പത്തിൽ ചെറുതാണ്, ഏതാനും മാസങ്ങൾ നിലനിൽക്കുന്നു. കുറ്റിച്ചെടിയുടെ പ്രത്യേകതയും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക്ഷീറ്റ് 2, ഔഷധിയുടെ പ്രത്യേകത എഴുതാൻ, അതായത് പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് കൂടാതെ വർക്ക്ഷീറ്റ് കൊടുത്തിരിക്കുന്നു. വള്ളിച്ചെടികൾ, അവയുടെ ഉദാഹരണം, ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ നോക്കിയത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത് എന്ന് തന്നിട്ടുണ്ട്. തണ്ടിന്റെ പ്രത്യേകതയും പടർന്നു വളരാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമെന്നും ഏതെല്ലാം വിധത്തിലാണ് ഇവ പടരുന്നത്, അതായത് മരത്തിൽ ചുറ്റിപ്പിടിച്ചും മുകളിലേക്ക് വളർന്നും അതുപോലെ നിലത്തോലൂടെ ഇഴഞ്ഞും എന്നൊക്കെ ഉള്ള ആശയത്തിലേക്ക് നമ്മളിവിടെ പോകുന്നു. ജലസസ്യങ്ങളെ തരംതിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിന്റെ പഠന ലക്ഷ്യം മോഡ്യൂൾ 2 ചെടികൾ വളരുന്നു എന്നുള്ളത്. ഇവിടെയാണ് വിത്ത്, വേര്, കണ്ഠമില എന്നീ ഭാഗങ്ങളൊക്കെ വളരാനായിട്ട് അതായത് അടുത്ത തലമുറയിലേക്ക് അല്ലെ നമുക്ക് ഉപയോഗിക്കുന്നു, അതായത് പുതിയ സസ്യം നിർമ്മിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു രീതിയിലേക്കുള്ള ആശയങ്ങളിലേക്ക് പോകുന്നു. മുന്നറിവ് എന്ന് പറയുന്നത് വിവിധതരം സസ്യങ്ങളെ കുറിച്ച് അറിവുണ്ടോ, സസ്യങ്ങളുടെ ഭാഗങ്ങളെ കുറിച്ച് ധാരണയുണ്ടോ, വിവിധ സസ്യഭാഗങ്ങൾ നടീൽ വസ്തുവായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 1-ാം ക്ലാസ് തൊട്ടേ ഇങ്ങോട്ടുള്ള ആശയമാണ്. 1-ാം ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ, ഒരു കരടിയുടെ ഒക്കെ പാഠഭാഗം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ എന്താണ് രംഗനോ, രംഗണ്ണൻ അല്ലേ, രംഗന് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എന്താണ് വാഴക്കന്നും കൊണ്ടൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കഥയുണ്ട്. അപ്പം പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ എല്ലായിടത്തും ഇതേ ആശയം വരുന്നുണ്ട്. വിവിധ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ 1-ാം ക്ലാസ്സിൽ ചെറിയൊരു ആശയം കൊടുത്തു, 2-ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അതിനെ വിപുലീകരിച്ചു, 3-ലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വിപുലീകരിച്ച് ഉള്ള രീതിയാണ് കണ്ടത്. അപ്പൊ ഇത് ചാക്രികാരോഹണ രീതിയിൽ അറിവുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. സസ്യങ്ങൾ വളരുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മുന്നറിവുകളാണ്. എന്തൊക്കെ ആശയങ്ങളാണ് കിട്ടുന്നത്? സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, കാണ്ഡ, ഇല എന്നിവയാണ്. വിത്ത് മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗം വേരായി മാറുന്നു. സസ്യങ്ങൾ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പൂക്കൾ, കായ്കൾ എന്നിവ ഉണ്ടാകുന്നു. ചില സസ്യങ്ങളിൽ വിത്ത് മുളച്ചും മറ്റു ചിലതിൽ കാണ്ഡം, ഇല, വേര് എന്നീ ഭാഗങ്ങളിൽ നിന്നും തൈച്ചെടികൾ ഉണ്ടാവുന്നു. ചില സസ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ സസ്യഭാഗങ്ങൾ മുളച്ച് അവയുടെ തൈച്ചെടികൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ശേഷികൾ, പരീക്ഷണം, വിത്ത് നട്ട് ചെടി മുളച്ചു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ, ഞാനും എന്റെ ചെടിയും, വളർച്ച, ഇതാണ് നിരീക്ഷണം. നമ്മൾ പുസ്തകത്തിൽ കണ്ടതാണ്. മൂല്യവും മനോഭാവവും നോക്കി വെച്ചോളൂ. സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ച് സംരക്ഷിക്കുന്നു. കുഞ്ഞു വിത്തിൽ നിന്ന് വൻമരം ഉണ്ടാകുന്നു എന്ന അറിവ് അല്ലെ. അപ്പൊ ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന അറിവ് ലഭിക്കുന്നു. ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടതാണ്. പോർട്ട്ഫോളിയോയിലേക്ക് എന്തൊക്കെയാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുക്കേണ്ടത് എന്നത് നോക്കി വെച്ചേക്കുക. അതായത് വിത്ത് മുളയ്ക്കല് ആയിട്ട് ബന്ധപ്പെട്ട വിത്ത് മുളയ്ക്കൽ നിരീക്ഷണ കുറിപ്പ് വേണം. ഞാനും എന്റെ ചെടിയും പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് വേണം.
ഡോക്യുമെന്റഡ് വീഡിയോ വേണം, വിവിധ തരം ഇലമുളച്ചികള് ചെറു വീഡിയോയും കുറിപ്പും ഒക്കെ വേണം. ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിൽ ഡിജിറ്റൽ പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിലേക്ക് മാറ്റുന്നു. പരിസര മൂലയിൽ വിവിധ തരം സസ്യങ്ങൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ചെടികൾ ഉണ്ടാകുന്നത്, കാണ്ഡത്തിൽ നിന്നുണ്ടാകുന്നത്, വിത്ത്, ഇല, വേര്, ഇതൊക്കെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ടീച്ചേഴ്സ് വേർഷൻ ഹാൻഡ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇനി പ്രവർത്തനങ്ങള് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രവേശക പ്രവർത്തനം ഒരു കഥയായിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്തിനുള്ളിലെ ജീവൻ. ഒരു വിത്ത്, കുഞ്ഞു വിത്ത് മണ്ണിൽ അനങ്ങാതെ കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രവർത്തനം ഈ ഒരു പ്രവർത്തനം എവിടെയോ നമ്മളൊന്ന് പോയായിരുന്നു കേട്ടോ. നോക്കാം. വിത്തിനെ കുറിച്ചുള്ള കഥയാണ്. ഒരു വിത്ത്, കുഞ്ഞു വിത്ത്, ആരോടോ ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ വിത്ത് മുളയ്ക്കലിനെ കുറിച്ച്. ഒരു വിത്ത്, കുഞ്ഞു വിത്ത് മണ്ണിൽ അനങ്ങാതെ കിടക്കുകയാണ്. കാറ്റടിച്ചപ്പോ മണ്ണും പൊടിയും പറന്നു വന്ന് വിത്തിന്മേൽ വീണു. വിത്ത് മണ്ണിനകത്തായി. ദിവസങ്ങൾ കഴിഞ്ഞു. കാറ്റിന്റെ ഇരമ്പൽ, കിളികളുടെ പാട്ടുകൾ, ആകാശത്ത് കരിമേഘങ്ങൾ ഇരുണ്ടുകൂടി. മഴക്കാലത്തിന്റെ വരവറിയിക്കാൻ തുടങ്ങി. കുഞ്ഞു വിത്തിന് സന്തോഷമായി. മഴ പെയ്ത് മണ്ണ് കുതിർന്നു. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുഞ്ഞു വിത്തിനെ വിളിച്ചു. വിത്ത് മുളപൊട്ടി സൂര്യനെ നോക്കി ചിരിച്ചു. ഈ കഥയോ സമാന ആശയമുള്ള മറ്റു കഥകളോ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. തുടർന്ന് കഥയിലെ ആശയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം. ചർച്ചാ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. കഥയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിത്ത് മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? വിത്ത് മുളയ്ക്കുന്നതിന് ആരുടെയൊക്കെ സഹായം വേണ്ടി വന്നു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഹാൻഡ് ബുക്കിൽ എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. ഒരു മാനുവൽ എഴുതാനൊന്നും യാതൊരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ എല്ലാം വിശദമായി നമ്മൾ ഓരോ സന്ദർഭത്തിൽ എന്ത് ചോദിക്കണം, എന്തുത്തരമാണ് അതിൽ നിന്ന് കിട്ടേണ്ടത്, എന്താണ് അവിടെ വിലയിരുത്തപ്പെടേണ്ടത് എന്നെല്ലാം തന്നിട്ടുണ്ട്. ഒന്ന് പോയി ടീച്ചറായി നിന്ന് കുഞ്ഞിനെ മനസ്സിലാക്കി ഒന്ന് ഈ പ്രവർത്തനങ്ങൾ അങ്ങ് എത്തിച്ചാൽ മതി അല്ലേ. അത്തരത്തിലെല്ലാം വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു വിത്തിന്റെ സന്തോഷകഥ കേട്ടല്ലോ. വിത്തിനുള്ളിൽ എന്തെല്ലാം ഉണ്ട്? കുട്ടികളോട് വരച്ചു നോക്കാൻ ആവശ്യപ്പെടാം. വരയ്ക്കുന്നത് അവരുടെ ഊഹമാണ്. ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാവുന്നതാണ്. ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതായിരിക്കും? വിത്ത് മുളയ്ക്കുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങൾ പുറത്തു വരുന്നു? കുട്ടികളുടെ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. അതിനായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കുട്ടികൾ തന്നെ പരീക്ഷണം രൂപകൽപ്പന ചെയ്യട്ടെ. റഫറൻസിനായി പാഠപുസ്തകത്തിലെ വിത്തിനുള്ളിലെ ജീവന്റെ ആദ്യ ഭാഗം പ്രയോജനപ്പെടുത്താം. പരീക്ഷണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ടീച്ചർ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതാണ്. കുട്ടികളോട് താഴെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണെന്ന് പറഞ്ഞ് എന്തൊക്കെ ചോദ്യങ്ങളാണ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് നട്ട് നിരീക്ഷിക്കാം എന്ന് പറഞ്ഞ ആ പ്രവർത്തനം നമ്മൾ പാഠപുസ്തകത്തിൽ വായിച്ചതാണ്. അത് അതുപോലെ ടീച്ചർ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ടീച്ചറുള്ള നിർദ്ദേശം ഒന്ന് നോക്കിക്കേ. നിരീക്ഷണ പത്രിക എല്ലാ കുട്ടികളും തയ്യാറാക്കി ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തണം. മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചിത്രം വരയ്ക്കുന്നതിനുമുള്ള ഇടം വിട്ട് വേണം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ അടുത്ത പ്രവർത്തനം രേഖപ്പെടുത്താൻ. നിരീക്ഷണ പത്രിക എല്ലാ കുട്ടികളും തയ്യാറാക്കി ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ അവർ നിരീക്ഷിക്കുന്നു. ഇതൊക്കെ ടീച്ചർ വിലയിരുത്തണം. ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ നിരീക്ഷിക്കുന്നതിനോടൊപ്പം ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പുറത്തു വരുന്ന ഭാഗം വേരായി മാറുന്നു എന്ന ആശയത്തിലേക്ക് പോകണം. അത്തരത്തിൽ ചർച്ച. വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം വേരായി തീരുന്നു. പിന്നീട് വരുന്നത് കാണ്ഡത്തിന്റെ ഭാഗമാണ്. ഇതിൽ നിന്ന് ഇലകൾ രൂപപ്പെടുന്നു. ഇവ വളർന്നാണ് വലിയ സസ്യമായി തീരുന്നത്. ഈ രീതിയിലേക്ക് ക്രോഡീകരണം നടത്തപ്പെടണം. കണ്ടെത്തിയ വിവരങ്ങൾ ചേർത്ത് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കാം. ഞാനും എൻ്റെ ചെടിയും. ഒരു വിത്ത് നടുന്നതിനും അതിൽ നിന്ന് സസ്യം പുറത്തു വരുന്നത് കൗതുകത്തോടെ ആസ്വദിച്ച് നിരീക്ഷിക്കുന്നതിനും നിരീക്ഷണങ്ങൾ വരച്ചും എഴുതിയും രേഖപ്പെടുത്തുന്നതിനുമാണ് ഈ പ്രവർത്തനം. സസ്യ സംരക്ഷണവും മനുഷ്യനും മണ്ണുമായുള്ള സ്നേഹബന്ധമാണ് കൃഷി എന്ന മനോഭാവവും കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിനുള്ള ഇടപെടലായി ഈ പ്രവർത്തനം മാറണം. സസ്യ സംരക്ഷണവും മനുഷ്യനും മണ്ണുമായുമുള്ള സ്നേഹബന്ധമാണ് കൃഷി എന്ന മനോഭാവവും കുട്ടികളിൽ രൂപപ്പെടുന്നതിനുള്ള ഇടപെടലായി ഈ പ്രവർത്തനം മാറണം. ഇത് കുത്തുമില്ല, കോമയില്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ മനുഷ്യനും മണ്ണുമായുള്ള സ്നേഹബന്ധമാണ് കൃഷി. സസ്യസംരക്ഷണവും മനുഷ്യനും മണ്ണുമായുമുള്ള സ്നേഹബന്ധമാണ് കൃഷി എന്ന മനോഭാവത്തിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്.
കുറഞ്ഞ കാലയളവിൽ കായ്ക്കുന്ന പച്ചക്കറി ഇനങ്ങളിലെ വിത്ത് വേണം നടുന്നതിനായി തിരഞ്ഞെടുക്കാൻ. പയറ്, ബീൻസ് തുടങ്ങിയവ. കുട്ടികൾ പലതരത്തിലുള്ള വിത്തുകളാണ് നടുന്നതെങ്കിൽ ഓരോ വിത്തുകളിൽ നിന്നും മുള വന്ന ദിവസത്തിലെ വ്യത്യാസങ്ങൾ ക്ലാസ്സിൽ പട്ടികയായി രേഖപ്പെടുത്തണം. ഓരോ വിത്ത് മുളയ്ക്കാനെടുത്ത സമയവും എന്തൊക്കെയാണ് മുളയിൽ ഉണ്ടായ വ്യത്യാസമെന്നും ഒക്കെ രേഖപ്പെടുത്തണം. ഓരോ ദിവസവും ചെടിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രവർത്തന റിപ്പോർട്ടിൽ വരച്ചും എഴുതിയും രേഖപ്പെടുത്തുന്നു എന്ന് ഉറപ്പാക്കണം. ഓരോ കുട്ടിയും തന്റെ ചെടിയെ സംരക്ഷിക്കുന്നതിനും അതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളും മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കണം. ജൂൺ മാസത്തിലെ ക്ലാസ് PTA-യിൽ ഈ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് വഴി ചെടി നടുന്നതിലും ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങളിലും രക്ഷിതാവിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണം. ചെടിയുടെ ചർച്ച നിരീക്ഷണത്തിനോടൊപ്പം ഈ ചെടി മറ്റേതെല്ലാം ജീവികൾക്ക് കൂടി പ്രയോജനപ്പെടുന്നു വളർച്ചാ നിരീക്ഷണത്തിനോടൊപ്പം ഇതുകൂടി നിരീക്ഷണ വിധേയമാക്കുകയും പ്രവർത്തന റിപ്പോർട്ടിൽ വരച്ചും എഴുതിയും ചേർക്കുകയും ചെയ്യണം. ഉദാഹരണത്തിന് ചിത്രശലഭങ്ങൾ വന്നിരുന്നത്, പുഴുക്കളിലെത്തുന്നത്, ഇതൊക്കെ നിരീക്ഷിച്ച് അതൊക്കെ എഴുതണം. കുട്ടികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെ വൈവിധ്യവും സമഗ്രതയും ക്ലാസ്സിൽ അവതരിപ്പിച്ച് സ്വയം വിലയിരുത്തലിനും പരസ്പര വിലയിരുത്തലിനുമുള്ള അവസരം നൽകണം. വിലയിരുത്തൽ പ്രവർത്തനങ്ങളിൽ മൂന്നാമത്തേത് ഇതിന് തുടർച്ചയായി നൽകേണ്ടതാണ്. തുടർ പ്രവർത്തനം. എല്ലാ വിത്തുകളും മുളയ്ക്കുന്നത് ഒരേ സമയമാണ്. വിത്ത് മുളയ്ക്കാൻ എടുത്ത ദിവസം ഈ ഒരു രീതിയിൽ പട്ടികപ്പെടുത്താം. വിത്തിൽ നിന്നല്ലാതെ ചെടികൾ എന്നുള്ള ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. കറിവേപ്പില, ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന, മറ്റു സസ്യങ്ങൾ എന്നിവ കുട്ടികൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നിരീക്ഷിക്കുന്നു. അവയുടെ നടിയിൽ വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്തുന്നു. ഇങ്ങനെ ഇലമുളച്ചി കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ഉള്ള അധ്യാപക ഗവേഷണ പ്രവർത്തനമാണിത്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഇലമുളച്ചികൾ കേരളത്തിൽ കണ്ടുവരുന്നു. നിങ്ങളുടെ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇലമുളച്ചികൾ ഏതൊക്കെ തരത്തിൽ ഉണ്ട്? അവയുടെ ഇലയുടെ ആകൃതി, തണ്ട് എന്നിവയുടെ വ്യത്യാസം എന്തൊക്കെയാണ്? എല്ലാ ഇലമുളച്ചികളും പൂക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ നിശാഗന്ധിയും നിലപ്പനയും ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മോഡ്യൂൾ 3 വേര്, തണ്ട് ഇവയുടെ ധർമ്മങ്ങളാണ്. പഠന ലക്ഷ്യം സസ്യഭാഗങ്ങളായ വേര്, തണ്ട്, ഇല എന്നിവയുടെ ധർമ്മങ്ങൾ നിരീക്ഷിക്കുന്നു. പരീക്ഷണം എന്നിവയിലൂടെ കണ്ടെത്തുന്നു. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കി വെക്കുക. മൂല്യങ്ങളും മനോഭാവങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെ ബോറിംഗ് ആയിട്ട് പോകും. ഇനി ക്രോഡീകരണം നോക്കിക്കേ. 2 ടെസ്റ്റ് ട്യൂബുകളിലെയും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ പരീക്ഷണം ഓർമ്മയുണ്ടല്ലോ, പുസ്തകത്തിൽ കണ്ട ഇവിടെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്ന ക്രോഡീകരണത്തിലും വേര് വലിച്ചെടുത്ത ജലം തണ്ടിലൂടെ ഇലയിൽ എത്തുന്നു, അതുകൊണ്ടാണ് ആ നിറവ്യത്യാസം എന്നൊക്കെയുള്ള ആശയത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ കേട്ടതായതുകൊണ്ട് ഓർമ്മയുണ്ടാവും. സസ്യങ്ങളുടെ നിലനിൽപ്പിന് വെള്ളം ആവശ്യം ഉള്ളത് കൊണ്ടാണ് മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ മഷിത്തണ്ട് ചെടി എന്ത് പറ്റിയത്, കരിഞ്ഞു പോയത്. ഈ ഒരു രീതിയിലേക്ക് പോകുന്നു. ഇനി പരീക്ഷണക്കുറിപ്പിന്റെ മാതൃക തന്നിട്ടുണ്ട്, ഇത് നോക്കണം. പരീക്ഷണത്തിന്റെ പേര് വെള്ളം എവിടെ പോയി. ആദ്യം പരീക്ഷണത്തിന്റെ പേര് കൊടുത്തു, പിന്നെ ലക്ഷ്യം, ഊഹം, ആവശ്യമായ സാമഗ്രികൾ, പരീക്ഷണം ചെയ്യുന്ന വിധം, നിരീക്ഷണം, നിഗമനം. ഇത്രയാണ് സ്റ്റെപ്പുകൾ. അപ്പൊ എന്തൊക്കെയാണ്? പരീക്ഷണത്തിന്റെ പേര്, ലക്ഷ്യം, ഊഹം, ആവശ്യമായ സാമഗ്രികൾ. നമുക്ക് ലക്ഷ്യം ഉണ്ടാകണം, ഊഹം ഉണ്ടാകണം എന്തായിരിക്കുമെന്ന്, ആവശ്യമായ സാമഗ്രികൾ എഴുതണം, പരീക്ഷണം ചെയ്യേണ്ട വിധം എഴുതണം, നിരീക്ഷണത്തിൽ എന്തൊക്കെയാണ് കണ്ടത് എന്ന് എഴുതണം, നിഗമനം കണ്ടെത്തണം. അപ്പൊ നമ്മുടെ ഊഹ ശരിയായിരുന്നു എന്നൊക്കെ ഉള്ള അപഗ്രഥനം എന്നൊരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ വരാം അല്ലെ. ഇവിടെ നിരീക്ഷണം, നിഗമനം, ഇത്രയും സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക. പരീക്ഷണത്തിന്റെ പേര്, ലക്ഷ്യം, ഊഹം, ആവശ്യമായ സാമഗ്രി, പരീക്ഷണം ചെയ്യുന്ന രീതി, പരീക്ഷണം ചെയ്യേണ്ട വിധം. ആ വിധം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷിച്ചിട്ടേ നിഗമനത്തിൽ എത്താനാവുകയുള്ളൂ. അത് നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുക. സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ. ഇനി വിലയിരുത്തൽ സൂചകങ്ങൾ. ഒരു പരീക്ഷണത്തിന്റെ വിലയിരുത്തൽ സൂചകങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷണത്തിൽ പൂർണ്ണമായും ഏർപ്പെട്ടിട്ടുണ്ട്, ഘട്ടങ്ങൾ ക്രമമായി എഴുതിയിട്ടുണ്ട്, നിഗമനം രൂപീകരിച്ചിട്ടുണ്ട്, ചിത്രസഹിതം പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, ഊഹവും നിഗമനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്, സാമ്യമാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വയം വിലയിരുത്തൽ സൂചകങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചു നോക്കുക. അടുത്തത് ഇലകൾ, പൂക്കൾ എന്ന മൊഡ്യൂളാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊഡ്യൂളുകൾ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് വേണ്ടത്? പഠന ലക്ഷ്യം, മുന്നറിവ്, ആശയങ്ങൾ, ധാരണകൾ, ശേഷികൾ, നൈപുണികൾ. ഈ ശേഷികൾ, നൈപുണികളാണ് നിരീക്ഷണവും അപഗ്രഥനവും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, ആവശ്യമായ സാമഗ്രികൾ, പഠന തെളിവുകൾ. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പുകളായിട്ട് കൊടുത്തിട്ടുള്ളത്.
വിത്ത് നട്ട് നിരീക്ഷിക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. ഞാനും എൻ്റെ ചെടിയും. അതിന്റെ തുടർ പ്രവർത്തനം ഇതെല്ലാം നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് വെറുതെ നമ്മൾ സമയം കളയണ്ട. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഓരോന്നിനുമുള്ള സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. ഇനി ഇല ഏതെന്ന് പറയാമോ? മണമുള്ള ഇലകൾ ഏതൊക്കെയാണ്, മണമില്ലാത്തത് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം. അതായത് പരിസര പഠനം 3-ാം ക്ലാസ്സിന്റെ ആദ്യ പാഠത്തില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സസ്യങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചു, ഇലയുടെ പ്രത്യേകത പഠിച്ചു, പൂവിന്റെ പ്രത്യേകതകൾ പഠിച്ചു. അപ്പൊ അതനുസരിച്ച് ഏതൊക്കെ പ്രവർത്തനങ്ങൾ കൊടുക്കാമെന്നും ആ മരത്തെ പോയി പിടിക്കുന്ന ആ ഒരു കളിയുണ്ടല്ലോ, ആ കളി, ഇലയുടെ മണം അറിയാനുള്ള കളികള്, ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട്. അതുപോലെ ഇത് ഞാൻ ആരാണെന്ന് പറയാമോ എന്ന് പറയുന്ന തരത്തിൽ കടങ്കഥ പയറ്റ് നടത്താം അല്ലെ. രാത്രിയുടെ പുത്രി ഞാൻ, പൂക്കളിൽ രാജ്ഞിയും ഞാൻ, അതിസുഗന്ധം തൂകും എനിക്ക് വെളുവെളുത്തൊരു നിറമുണ്ട്. ആരാണ്? നിശാഗന്ധിയാണ് അല്ലെ. ഇത്തരത്തിലുള്ള കടങ്കഥ പയറ്റ് നമുക്ക് ക്ലാസ്സിൽ നടത്താം. ഇതൊക്കെ ക്ലാസ്സിനെ കൂടുതൽ രസകരമാക്കും, ചൈൽഡ് സെന്റേർഡ് ആക്കും, കുട്ടികൾ ആസ്വദിക്കും. ഈ തരത്തിൽ പറഞ്ഞു വെക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ മരങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, അതുപോലെ പൂക്കളുടെ പ്രത്യേകത നോക്കിക്കേ. തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു, ചില പൂക്കൾ വിത്തായി മാറുന്നു, പൂക്കളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു, പൂക്കൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു, ഗന്ധം പരത്തുന്നു, വിവിധതരം പെർഫ്യൂമുകൾ ഉണ്ടാക്കുന്നു, ചില പൂക്കൾ മരുന്നായി ഉപയോഗിക്കുന്നു, ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ക്രോഡീകരണം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളോട് ഒരു പാഠഭാഗം തന്നിട്ട് ഇതിൽ നിന്ന് കുട്ടി നേടുന്ന മൂല്യം ഏതെന്ന് ചോദിക്കും, മനോഭാവം ഏതെന്ന് ചോദിക്കും, പഠന പ്രവർത്തനം എങ്ങനെ കൊടുക്കാമെന്ന് ചോദിക്കും, എന്തൊക്കെ പ്രക്രിയാശേഷിയിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിക്കും. ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്രയും ഭാഗമെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങൾ നിങ്ങളായി ഒന്ന് നോക്കുക. ഇനി പാഠഭാഗങ്ങൾ ഹാൻഡ് ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് പോകുക പ്രയാസമാണ്. ഹാൻഡ് ബുക്കിന്റെ ആമുഖം നോക്കാം. അതുപോലെ ടീച്ചിങ് മാനുവലിന്റെ മാതൃക തന്നിട്ടുണ്ട് ഹരിതഭൂമിയുടെ, അത് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. പഠന ലക്ഷ്യം, മുന്നറിവ്, ആശയങ്ങൾ, ധാരണകൾ, ശേഷികൾ, നൈപുണികൾ, മൂല്യം, മനോഭാവം, സാമഗ്രികൾ ഒരുക്കേണ്ട ഇടങ്ങൾ, പഠന തെളിവ്, പിന്നെ പ്രക്രിയ, വിലയിരുത്തൽ എന്നിങ്ങനെ 2 കോളം. സമയം തന്നിട്ടുണ്ട്, 6 പീരീഡാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ മാനുവൽ തയ്യാറാക്കുന്നത്. ഈ മാനുവലിന്റെ ഒടുവിലായിട്ട് എന്നും കൂടി ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട് അല്ലെ. പരീക്ഷണക്കുറിപ്പിന്റെ മാതൃകയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കണം. പ്രതിഫലനാത്മക കുറിപ്പ്, റിഫ്ലക്ഷൻ നോട്ടിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്റെ കണ്ടെത്തലുകൾ. അതായത് ഈ ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ തന്റെ ക്ലാസ്സിനെ അവലോകനം ചെയ്തിട്ട് എഴുതുന്നതാണ്. ഈ ക്ലാസ് റൂം പ്രവർത്തനത്തിൽ ടീച്ചർ കണ്ടെത്തിയ കാര്യങ്ങൾ, കുട്ടികൾ എന്തൊക്കെ നേരിട്ടു, എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടു, ഏതൊക്കെ വിഭാഗങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, തിരിച്ചറിവുകൾ, ഓരോ കുട്ടിയും ഏത് പടവിൽ നിൽക്കുന്നു, പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, പ്രക്രിയയിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഈ പഠന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ടീച്ചർ വിലയിരുത്തി എഴുതുന്നു. തുടർ പ്രവർത്തനങ്ങളും പരിഹാര പ്രവർത്തനങ്ങളും ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഒന്നുമില്ല, ടീച്ചർ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം റിഫ്ലക്ഷൻ നോട്ടൊക്കെ എപ്പോഴാണ് എഴുതുന്നതെന്ന് ചോദിക്കും. പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെ, എന്നാൽ എന്ത് എന്ന് ചോദിക്കും. ഒരു അധ്യാപിക ക്ലാസ് എടുത്തതിന് ശേഷം തന്റെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളെ വിലയിരുത്തി താൻ സ്വീകരിക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്, ഇതിനെയൊക്കെ വിശകലനം ചെയ്ത് അവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. വെറുതെ എഴുതി വെച്ചാൽ പോരാ, അതിന്റെ പരിഹാരം ആയിരിക്കണം അടുത്ത ക്ലാസ്സിൽ പ്രവർത്തന കോളത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആദ്യത്തെ ക്ലാസ്സിൽ നേരിട്ട പ്രശ്നങ്ങളുടെ പരിഹാരം കാണത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അടുത്ത ദിവസത്തെ ക്ലാസ്സിലെ പ്രവർത്തന കോളത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അടുത്ത പാഠം തന്നിട്ടുണ്ട്. നമുക്കിനി പാഠഭാഗങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടു പോകാം. കാരണം ഓരോ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.